ഹറാമെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങളെല്ലാം ഹനഫി മദ്ഹബുകാരായി. വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും. തോന്നുന്നത് പോലെ മദ്ഹബൊന്നും മാറാനൊന്നും പറ്റില്ല. തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം ഭോഗം അനുവദനീയാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 പ്രാവശ്യം സ്വയം ഭോഗം ചെയ്യുന്നവൻ എന്തോ അപ്പൊ എത്ര വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? ഏതാപ്പൊ വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? അപ്പൊ അത് ഹറാമ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് ഇന്ന് തച്ചിലിരിക്കുന്നു മുതല്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. ലാ യഹല്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല. ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തനാമ ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരി, നിന്റെ ഭർത്താവ് പുറത്ത് വ്യഭിചരിക്കാൻ പോവാനുള്ളതിന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം. എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ലാ യഹല്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തനാമ, അവൾ ഉറങ്ങൽ ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ. എങ്ങനെ? വെറുതെ പോയി പൗഡർ ഇട്ടോണ്ട് നിന്നാ പോരാ, ചുണ്ട് മിനുക്കിക്കൊണ്ട് നിന്നാ പോരാ. ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം. അവൾ അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം. അവളുടെ നഗ്ന ശരീരത്തെ, വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോട് ഉരസണം, യോജിപ്പിക്കണം. അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം. എങ്ങനെയുണ്ട്? കേട്ടോ? കേൾക്കാമായിരുന്നോ? എന്തു പറ്റി? ചെവിയൊക്കെ അടിച്ചു പോയോ? അതാ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഹെഡ്സെറ്റ് വെക്കണമെന്ന് നിർബന്ധമായിട്ടും. കേട്ടില്ല. ഏത് മേഖലയിൽ കേട്ടില്ല. ഞങ്ങള് ഇസ്ലാം എന്നുള്ള പേരങ്ങ് മാറ്റി, എന്നിട്ട് സെക്സ്ലാം എന്നാക്കി. കാരണം സെക്സ്ലാമാണ് നമുക്ക് കേട്ടോ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരുടെ ഏത് ഉസ്താദ് പ്രസംഗിച്ചാലും എവിടെ പോയാലും ഇവർക്ക് ഇതേ ഉള്ളു പറയാൻ. ഇതിന്റെ അപ്പുറത്തോട്ടൊരു കാര്യം ഇവർക്ക് പറയാനില്ല. അപ്പം ഉറപ്പായിട്ടും ഇതിന്റെ പേര് മറ്റേതിനേക്കാൾ നല്ല ഇതാണ്. കേൾക്കുന്നില്ലല്ലോ, നിന്നോ? സൗണ്ട് നിന്ന് പോയോ? ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഞാൻ കേട്ടു. അതായത് ഇവരെ കുറ്റം പറയരുത്, ഇവരല്ല ഇവിടുത്തെ പ്രതികള്. ഇവർക്ക് ഏതെങ്കിലും വേദികളിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഖുർആൻ പറയണം, അതല്ലെങ്കിൽ ഹദീസ് പറയണം. ഇത് രണ്ടും ഇതിനകത്ത് അന്തർലീനമായതല്ലേ. സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. ഇവിടെയും സെക്സ്, പരലോകത്തും അതെ. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഇവർക്ക്. ഇപ്പൊ ബെഡ്റൂമിൽ ഭാര്യ ചെല്ലണം, അയാൾ ഇനിയിപ്പോ പെണ്ണിന്റെ തുണി അഴിച്ചു പോലും ബുദ്ധിമുട്ടാൻ പാടില്ല, പെണ്ണ് തന്നെ തുണി അഴിക്കണം, എന്നിട്ട് അയാളുടെ ശരീരത്തിലേക്ക് ഒരയ്ക്കണം, ഒരു കമ്പിളി പുതപ്പിനകത്തേക്ക് കയറണം. ഇവനൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവരില് തലയ്ക്കകത്ത് വെളിവുള്ള നല്ല തന്തയ്ക്ക് ജനിച്ച ഒരു മോനെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരണമടിച്ച് പുകച്ചെങ്കിൽ ഇവന്മാർ ഇത് ആവർത്തിക്കുമായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്കും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാര് പറയുന്നത് അറബിയ. അപ്പൊ അവര് മനസ്സിലാക്കുന്നു നമ്മുടെ ഖുർആനിനകത്തുള്ളതാണിത്. ഇവരിങ്ങനെ രോമാഞ്ച കഞ്ചുക പുളകിതരായി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പ്രസംഗത്തിനൊടുവിൽ ഇയാൾ പറയുന്നുണ്ട്,
കുറച്ചുകൂടിയൊക്കെ എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിതിനകത്തൊക്കെ കുറച്ച് വീരനാണ്, സംസാരിക്കുന്നതിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. പക്ഷേ ഇപ്പം സംസാരിച്ച പ്രശ്നമാണ്. ഹൂറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ ഇവര് പാവങ്ങളാ. ഇവര് ആ കിതാബിനകത്ത് ഫോം ചെയ്തിരിക്കുവാണ് ഇവരുടെ ബ്രെയിന്. അതുകൊണ്ട് ആ സിസ്റ്റമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇവരോട് നമുക്ക് ഒരു വിഷമവുമില്ല, ആ പുസ്തകത്തിനോടും നമുക്ക് ഒരു വിഷമവുമില്ല, ഒരു വിരോധവുമില്ല. ഈ പുസ്തകങ്ങൾ വിചാരണ ചെയ്യപ്പെടണം. ഈ ഒരു വ്യവസ്ഥിതി, ഈ ഒരു ഇസ്ലാം എന്ന ആശയം ഇത് വിചാരണ ചെയ്യപ്പെടണം. ഇതിനെക്കുറിച്ച് ചർച്ചകൾ വേണം, ഇതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കണം. മുസ്ലിങ്ങൾ തന്നെ നമ്മളെ ചീത്ത പറയാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവർ ചിന്തിക്കണം. നമ്മുടെ പുസ്തകം കാരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് ഇവർ ചിന്തിക്കണം. അപ്പോൾ കോണ്ടം ഹറാമാണ്. എത്ര കണ്ട് പെറ്റുകൂട്ടുന്നോ അത്രയും നല്ലത്. കുട്ടികൾക്ക് തിന്നാനുണ്ടോ, കിടക്കാനുണ്ടോ, ഉടുക്കാനുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 13 മക്കളുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള സന്തതിയാണ്, 13ാമത്തെ ആള്. കിടക്കാനും സ്ഥലമില്ല, ഉടുക്കാനും ഇല്ല, തിന്നാനും ഇല്ല, ഉടുക്കാനും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ 13 മക്കൾ. എന്താ പറയാറ്, വാ കീറിയവൻ വയറ്റിന് തരും. ശരി, പട്ടിണിയും പരിവട്ടവുമായിട്ട് കിടന്ന് അങ്ങേ അറ്റം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ ജീവിച്ചു. പക്ഷേ ഞങ്ങളിൽ ആർക്കും 3 മക്കളിലധികമില്ല. എല്ലാവരും 3, ഏറിയാൽ 4, അതോടുകൂടി നിർത്തി. കാരണം ഞങ്ങൾ അത്രയും അനുഭവിച്ചവരാ. ചിലർക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരനൊക്കെ ഒരു മോനെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സഹോദരന്മാർ വരെയുണ്ട്. അപ്പോൾ എത്ര പെറ്റു കൂട്ടുന്നോ അത്രയും നല്ലത്. അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ നിങ്ങൾ കോണ്ടം സൗജന്യമായിട്ട് കൊടുത്താൽ അവർ ബലൂണ് വീർപ്പിക്കുന്നത് പോലെ വീർപ്പിക്കാതെ പിന്നെ എന്തോ ചെയ്യണം? ഈ ജാമ്യത്വ നിർത്തിയാണോ, അതായത് ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ഇസ്ലാം ഇറങ്ങിച്ചെന്നു, അത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അടുക്കള മുതൽ ബാത്റൂം മുതൽ ബെഡ്റൂം വരെ പറന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇസ്ലാം. എന്തൊരു ഗതികേടാണ് നിൽക്കണം. പട്ടിയെ ചങ്ങലക്കിട്ട് കെട്ടി വലിക്കുന്നതിനോട്ടായിപ്പോയി. ഈ 24 നൂറ്റാണ്ടിലും എല്ലാ മേഖലകളിലും ഇസ്ലാം ഉണ്ട് എന്നത് ശരി തന്നെയാണ് കേട്ടോ. ഒരു വിഭാഗം മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു, വേറൊരു വിഭാഗം പെറ്റുപെരുക്കിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ്സിൽ ജിഹാദ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജിഹാദ്. നിഖില മേഖലകളിലും വന്നിട്ടുണ്ടല്ലോ. പക്ഷേ അത് വലിച്ചെറിയുന്ന ജനത വർദ്ധിക്കുന്നു എന്നതാണ് നമുക്കാകെ ഒരു സമാധാനം. സൗദി അറേബ്യയിൽ 75 ലക്ഷം സൗദികൾ മതം ഉപേക്ഷിച്ചു. അതുപോലെ ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് 80% ആളുകളും ഈ മതം ഫോളോ ചെയ്യുന്നില്ല. സൗദി അറേബ്യയിൽ നിരന്തരമായി ഓടകളിൽ നിന്ന് ഖുർആൻ വായിക്കും ആളുകൾ. ഓടകളിൽ നിന്ന് കണ്ടെയ്നറുകൾ വെച്ചിട്ടാണ് ഈ ഖുർആൻ വാരിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗുകാർ മലപ്പുറത്ത് താനൂര് SSFന്റെ ഓഫീസും ഖുർആനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ പുസ്തകം നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന്മാർ പരസ്പരം ബദ്ധവൈരികളായി തുടരും എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് നല്ല ഒരു വിഷയം വെച്ചിട്ട് തന്നെ ചർച്ച മുന്നോട്ട് പോകാം. എന്നാലാണല്ലോ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക. അപ്പൊ നമ്മുടെ രണ്ട് കാര്യങ്ങളെ ടീച്ചറെ, ഞാന് വർഗീസാമൂല, ഞാൻ 2 കാര്യങ്ങളാണ് ഞാൻ ഇതൊന്ന് ചർച്ച ചെയ്യണം. കാരണം മുസ്ലിം സഹോദരി ഇസ്ലാമിനു വേണ്ടി ശരീരം മൊത്തം മറച്ച് കണ്ണ് മാത്രം അത്യാവശ്യത്തിന് പുറത്ത് കാണിച്ച് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഈ സഹോദരിമാരെ പലപ്പോഴും ഞാൻ 1-2 മുസ്ലിങ്ങളോട് എനിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് മുഹമ്മദിന്റെ ഭാര്യമാരെ കുറിച്ച് അറിയാവോ? ഒരു ഖദീജ ബീവി കേട്ടിട്ടുണ്ട്. ശരി, പിന്നെ ആരെയുണ്ട്? ഒരു ഐഷ ബീവി. ഈ ഖദീജ ബീവി ആരായിരുന്നു എന്നും ഐഷ ബീവി ആരായിരുന്നു ഇവർക്ക് ആർക്കും അറിയത്തില്ല. 2 ഭാര്യമാരെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അപ്പോൾ ഒരുത്തിയോട് ചോദിച്ചു, ഈ ഐഷ കല്യാണം കഴിക്കുമ്പോൾ മുഹമ്മദിന് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? അതൊന്നും എനിക്ക് അറിയത്തില്ല, അതൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ബഹുഭൂരിപക്ഷ എണ്ണവും അന്ധതയിൽ കഴിയുന്ന ഒരു മനുഷ്യരാണ്. ഈ സഹോദരിമാരുടെ കാര്യമാണ്. അവര് ഏതാണ്ട് ഭക്തിയോടെ അള്ളാഹുവിനെ നമസ്കരിക്കുന്നു. ഈ ഖുറാനകത്ത് ഇവർക്ക് ഏതോ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവകാശങ്ങളുണ്ട്, സ്ഥാനമുണ്ട്, മാനമുണ്ട്, എന്തൊക്കെയാണ് ഇവർ കൊണ്ടു കിടക്കുന്നത്. ഞാൻ രണ്ട് ചോദ്യങ്ങൾ, നമുക്ക് പിന്നീട് ടീച്ചർ വരുമ്പോൾ കുറെ ചർച്ചകൾ നടത്താൻ ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ.
സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം കൂടെ അതോടെ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം, ഈ എം അക്ബർ ഒരിക്കൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന് മറുപടി ഞാനും ഒരു യൂട്യൂബിനകത്തൊരു ഇതിട്ടിട്ടുണ്ട് മറുപടിയായിട്ട്. അയാൾ പറഞ്ഞ ഒരു കാര്യം, ഐഷ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് 6 വയസ്സുള്ളപ്പോൾ 53 വയസ്സുകാരൻ കെട്ടിയതിന്റെ വെളുപ്പിക്കൽ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പുള്ളി പറയുന്ന 2 നികൃഷ്ട ആശയങ്ങൾ. അതിലൊന്ന് ഇസ്ലാമിക സമൂഹത്തെ ലൈംഗികതയുടെ പഠിപ്പിക്കാനാണ് എന്നാണ് അയാൾ പറയുന്നത്. എനിക്കത് കേട്ടിട്ട് ഒരു വല്ലായ്മ തോന്നി. അപ്പൊ ടീച്ചറിന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും. ഞാൻ അതിനെ ഇത്രയും പറഞ്ഞു നിർത്താം. എന്റെ ഒന്നാമത് ചോദ്യം അതാണ്. 6 വയസ്സുള്ള ഒരു കൊച്ചിനെ കെട്ടി 9-ാം വയസ്സിൽ അതിനെ ശരീരത്തിൽ ഉപയോഗിച്ച് പിന്നെ 18 വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ ഒരു വിധവയായി കഴിയേണ്ടി വന്ന ഒരു നിർഭാഗ്യവതിയാണ് ഈ ഐഷ എന്ന് പറയുന്നത്. മുഹമ്മദിന്റെ ആദ്യത്തെ ഭാര്യ മുഹമ്മദിനേക്കാൾ 15 വയസ്സിന് മൂപ്പുള്ളതാണ്. ആ മൂപ്പുള്ള ആ സ്ത്രീയെ എന്ന് പറഞ്ഞാൽ മാണിക്യ മലരായ ഭൂവി എന്നും പറഞ്ഞ് ഏതോ ഒരു വട്ടൻ എഴുതിയ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. ആ പാട്ടിനകത്ത് പറയുന്നത് പോലെ അല്ലല്ലോ 2 ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് 3-ാമത് സ്വന്തം മകനാകാൻ പ്രായമുള്ള ഒരു ചെറുക്കനെ കെട്ടി 10-25 വർഷം അവൻ്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഖദീജ. അപ്പൊ ഖദീജ എങ്ങനെയാണ് മാണിക്യം മലരാവുന്ന എനിക്ക് അതിന്റെ ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന്റെയോ ഒന്നും അർത്ഥത്തിൽ അളവുകൾ വെച്ച് എനിക്ക് അളക്കാൻ പറ്റുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പുള്ളി പ്രസംഗിച്ച പ്രസംഗം അതാണ്. എന്റെ ചോദ്യം, ടീച്ചറിന് അത് മനസ്സിലാവുമല്ലോ, തന്റെ മുഹമ്മദിന്റെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ഒരു സ്ത്രീയാണ് ഖദീജ. ഖദീജ 2-3 പുരുഷന്മാരുടെ കൂടെ ജീവിച്ച ഒരാളാണ്. അപ്പൊ സെക്സ്, ലൈംഗികത ഈ വിഷയം പഠിപ്പിക്കാൻ എല്ലാരെക്കാളും പരിചയവും പഴക്കവും പാരമ്പര്യവും പ്രായവും എല്ലാം ഒത്തു വന്നൊരു സ്ത്രീയാണ് ഖദീജ. ആ ഖദീജയിലൂടെ ഇസ്ലാമിക സമൂഹത്തെ സെക്സ് പഠിപ്പിക്കുന്നതിന്, ലൈംഗികതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഈ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ കെട്ടി ആ കൊച്ചിന്റെ ശരീരവും മുഹമ്മദിന്റെ പ്രായവും ശരീരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിലും ആ കൊച്ചു സ്വസ്ഥമായിട്ട് ജീവിച്ച് കാണത്തില്ല. ഈ കാട്ടുമാക്കാനായ മുഹമ്മദ് കൂടെ ജീവിച്ച കാലം. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ആ ജീവിതത്തിലെ ഈ ഒരു എന്താ പറയാ വളരെ മോശമായ ഒരു ജീവിത പ്രവൃത്തി എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ പറയുന്ന പോലെ അക്ഷരജ്ഞാനത്തിന്റെയും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും പറയുന്ന വിദ്യാസമ്പന്നതയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ഒരു പ്രസംഗവേദിയിൽ, പൊതുവേദിയിൽ നിന്നുകൊണ്ട് എം അക്ബർ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രസംഗിച്ചതാണ്, ഇസ്ലാമിക സമൂഹത്തെ സെക്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൊച്ചിനെ കെട്ടിയെന്ന് പറയുന്നത്. ഉള്ള ഈ പ്രവൃത്തിയോടുള്ള ജാമ്യ ടീച്ചറിന്റെ ഒരു പ്രതികരണം ഞാൻ ഒന്നാമത്തെ എന്റെ ചോദ്യമായിട്ട് വെക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഖുർആൻ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയാം. ഇതിനൊരു പ്രതികരണം, ഇത് മുസ്ലിം സഹോദരിമാർ കേൾക്കണം. ടീച്ചറും മൈക്കും മ്യൂട്ടാണേ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കും. ഓക്കെ, ആദ്യം നമുക്ക് 1, 2, 3 ചോദ്യങ്ങളാണ് തുടർച്ചയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് പറയാം. ആദ്യമായിട്ട് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. ആകെ ഇവർ മദ്രസകളിൽ പോയി അലിഫ് ബാ പഠിച്ചു എന്നുള്ളതല്ലാതെ അവർക്ക് യാതൊരു ഇസ്ലാമിക പരിജ്ഞാനവുമില്ല. നമ്മൾ പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഉള്ള ബുദ്ധിയോ ചിന്താശേഷിയോ അന്വേഷണ ത്വരയോ ഈ വിഭാഗത്തിനില്ല. ഞാൻ ഈ മതത്തിനകത്ത് ജനിച്ച് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഒരുപാട് മനസ്സിലാക്കി ജീവിതം മുഴുവനും ഈ മതം പഠിപ്പിക്കാനും ഈ മതം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി മാത്രം മാറ്റിവെച്ച് ഖുർആൻ ക്ലാസ്സുകളും അറബി പഠനവും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് നടന്ന് പിന്നീട് ഈ മതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി തീർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഇവർക്കാർക്കും മതത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ഈ ഖുർആൻ ഒരാവർത്തി പോലും സ്വന്തം ഭാഷയിൽ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു മുസ്ലിമിനെ നമുക്ക് 1,00,000 ആളുകളെ എടുത്താൽ 1-2 പേര് മാത്രമേ ഉണ്ടാകൂ. കാരണം ഒന്നാമത്തെ കാര്യം, അവർക്കതിന് നേരമില്ല. അവർ ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ വെറുതെ അതൊന്ന് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പുസ്തകമായിട്ടാണ്. അവർ മനസ്സിലാക്കുന്നത് ആയിഷ എന്ന് പറയുന്നത് വിശ്വാസിനികളുടെ മാതാവാണ്. അപ്പോൾ അവരെ 6 വയസ്സ്, 5 വയസ്സും 10 മാസവും പ്രായമുണ്ടായിരിക്കെ 53കാരന് കണ്ടപ്പോൾ വിളഞ്ഞു എന്ന് തോന്നി.
നല്ല മൂത്ത പെണ്ണാണ് എന്ന് തോന്നി. അങ്ങനെയാണ് കല്യാണം ആലോചിക്കുന്നതുമൊക്കെ. അപ്പൊ അവർക്ക് അതിനകത്തൊരു അരോചകത്വം തോന്നുന്നില്ല, ഇതിനകത്തൊരു യുക്തിരാഹിത്യം അവർക്ക് തോന്നുന്നില്ല. കാരണം ഇത് മതമാണ്. ഇപ്പൊ കീഴ്വായു പോയി കഴിഞ്ഞാൽ കയ്യും കാലും മുഖവും കഴുകിയാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. 11 ഭാര്യമാരുമായും സെക്സ് ചെയ്തിട്ട് ഒറ്റത്തവണ കഴുകുകയും കുളിക്കുകയും ചെയ്താൽ മതി എന്ന് പറയുന്ന സംസ്കാര സമ്പന്നനായ പ്രവാചകനിൽ നിന്ന് ഇതിലധികം സംസ്കാരം നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പൊ അവർക്ക് ആകെ അറിയുന്നത് ആയിഷ, ഖദീജ, ഈ 2 ഭാര്യമാരെ കുറിച്ച് മാത്രമേ വിശ്വാസി സമൂഹത്തിന് അറിയൂ. പക്ഷേ ഞാൻ പ്രവാചകന്റെ കുറച്ച് ഭാര്യമാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഖദീജ. ഈ ഖദീജയെ വിവാഹം കഴിച്ചത് പ്രവാചകൻ ഖദീജയ്ക്ക് 40 വയസ്സുള്ളപ്പോഴല്ല. അത്രയ്ക്കും വിഡ്ഢിയല്ല പ്രവാചകൻ. ഈ പ്രവാചകൻ 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സുമായിരുന്നു പ്രായം. ഖദീജയുടെ സമ്പത്ത് വേണമായിരുന്നു, ഖദീജയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടുണ്ട്, ഖദീജയുടെ തറവാടിത്വം വേണമായിരുന്നു, അവരുടെ പേരും പ്രശസ്തിയും വേണമായിരുന്നു. തന്നെയുമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് കളിക്കുന്നതായിരിക്കും പ്രവാചകന് താല്പര്യമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അപ്പൊ അത് പ്രായത്തെക്കുറിച്ചിട്ടുള്ള റെഫറൻസ് ഞാൻ തരാം, അതവിടെ നിൽക്കട്ടെ. ഖദീജ, പിന്നെ ആയിഷ, സൗദ, ഉമറിന്റെ മകൾ ഹഫ്സ, സൈനബ, അവരൊരു ഗോത്ര സ്ത്രീയായിരുന്നു, ഉമ്മു സലമ, സൈനബ അതായത് വളർത്തുമോന്റെ ഭാര്യയെ പിടിച്ചെടുത്തല്ലോ, ജുവൈരിയ, ഉമ്മു ഹബീബ, സഫിയ, മൈമൂന. പിന്നെ പ്രവാചകന് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആളുകൾ വേണമായിരുന്നു. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഭാര്യമാര് മാത്രമൊന്നും പോരായിരുന്നു. അങ്ങനെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന, നമ്മൾ പറയില്ലേ എന്താണ്, പിന്നെ ദേവദാസികൾ അല്ലേ, അതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മാരിയത്തുൽ കിബ്തിയ, റൈഹാന, സുലൈഖ, സൽമ, ഉമ്മു ഐമൻ, ഉമ്മു റാഫി, ഉമൈമത്ത്, കലറത്ത്, റലുവ, ബൈസർ, മൈമൂന, മൈമൂനത്ത്, ഉമ്മു ഇയാസ്, സായിബത്ത്, കൗലത്ത്, ജൂദിത്ത്. പ്രവാചകൻ പോലും എണ്ണിയിട്ടുണ്ടാകത്തില്ല. നമ്മുടെ ഗതികേടുകൊണ്ടാണ് ഇങ്ങേരുടെ വെപ്പാട്ടിമാരെ എണ്ണി സമൂഹത്തെ ബോധവൽക്കരണം ചെയ്യേണ്ടി വന്നത്. പിന്നെ ദാനം കിട്ടിയ, അതായത് സെക്സ് ടോയ് ആയി മാത്രം പ്രവാചകൻ കുറച്ച് പെണ്ണുങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു. അസ്മ, ഉമ്മു ഷരീബ്, കൗല, മുലൈഖ, ഫാത്തിമ, റൗലിയ, അമീറ, സന, ജുവൈന, ഷറാഫ്, ലൈല, റിയാഅത്ത്, കതീഅത്ത്, സൗദ, ഉമാമ, അസ്മ, സഫിയ എന്നു വേണ്ട എണ്ണമറ്റ സ്ത്രീകളെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പ്രവാചകൻ ഉത്തമ മാതൃകയാണ്, പ്രവാചകന്റെ സെക്സു മാതൃകയാണ്, ഭാര്യമാര് മാതൃകയാണ്, വെപ്പാട്ടിമാര് മാതൃകയാണ്, സ്റ്റെപ്പിനി മാതൃകയാണ്, സെക്സ് ടോയ്സ് മാതൃകയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വെക്കുന്ന ദേവദാസികൾ, ഇതൊക്കെ മാതൃകയാണ്. ഇത് റെക്കോർഡിക്കലായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസിയായ പുരോഹിതൻ KV സെയ്ദ് മുഹമ്മദ് എന്ന വ്യക്തി എഴുതിയ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന പുസ്തകത്തിലെ 18, 19, 20 പേജുകളിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരിച്ച പ്രവാചകന്റെ വെപ്പാട്ടിമാരുടെയും മറ്റുമൊക്കെ പേരുകളുള്ളത്. അപ്പൊ ഇനി എന്നെ കൊല്ലണം എന്നുള്ളവർ ആദ്യം പോയി KV സെയ്ദ് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടാണ് വരേണ്ടത്. അപ്പോ ഇനി മാണിക്യമലരായ പൂവിയാണോ ഖദീജ എന്നുള്ളത് പ്രവാചകന് നിവൃത്തിയില്ലാത്തതു കൊണ്ടും അദ്ദേഹത്തിന് മണി പവർ വേണം, മാൻ പവർ വേണം, പൊളിറ്റിക്കൽ പവർ വേണം, യഥേഷ്ടം സ്ത്രീകളെയും ഉപയോഗിക്കാൻ പറ്റണം, പണിയെടുക്കാനും വയ്യ. അപ്പൊ അതുകൊണ്ട് പറ്റിയ മാർഗം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. നമ്മളിലെ KGF-ലെ ഒക്കെ നായകനെ കാണുന്നില്ലേ, അതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ അന്നത്തെ ഖുറൈശി ഗോത്രക്കാരൊക്കെ തലയ്ക്ക് തട്ടിയിടാ ഹങ്ങാടിപ്പയ്യ, ഹങ്ങാടിപ്പട്ടിയിടാ ചന്തപ്പട്ടി എന്നൊക്കെ വിളിച്ച് ഡാ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പൊ അവരോടൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ള പ്രതികാര മോഹവുമായിട്ടാണ് ഈ മമ്മദണ്ണൻ ചെന്ന് കയറുന്നത് ഖദീജയുടെ മടയിലേക്ക്. നോക്കിയപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നതിനേക്കാളേറെ സമ്പത്തുണ്ട്, പ്രൗഢിയുണ്ട്, തന്തയില്ലാത്തവൻ എന്ന വിളിപ്പേരിന് പകരമായി ഖദീജയുടെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടാം, അധികാരവും കിട്ടും. അങ്ങനെയാണ് അദ്ദേഹം ഖദീജയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായി മാറുന്നത്. നമ്മൾ ഈ ചെറിയ കുഞ്ഞായിട്ടുള്ള ആയിഷയെ 6 വയസ്സുള്ള കുഞ്ഞുമായിട്ട് വിവാഹം കഴിച്ചിട്ട് 9 വയസ്സിൽ 56കാരൻ ആ കുഞ്ഞുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് തന്തയിലാഴുകയാണ്. അത് നബി ചെയ്തു എന്ന് കരുതിയോ അതല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ചെയ്തു എന്ന് കരുതിയോ ഒരു തന്തയിലാഴുക, ഒരു തോന്നിയാസം, ഒരു സ്ത്രീലമ്പടത്വം,
ഒരു കാമം, ഒരു മോഹം, ഇതൊന്നും അല്ലാതാകത്തില്ല. ആരാണെങ്കിലും ശരി, ഉള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങനെ തന്നെ പറയുന്ന ആളാണ്. നമ്മൾ ഈ ആയിഷയുടെയും ഖദീജയുടെയും സൊഫിയയുടെയും സൈനബിന്റെയും ഒക്കെ കാര്യങ്ങൾ എടുത്ത് വിമർശിച്ചപ്പോൾ എം അക്ബർ മുന്നും ടീമിനും ഒക്കെ വല്ലാതെ ഇളകി. അങ്ങനെ അവരെ ഒരു പരിപാടി വെച്ചു. വിസ്ഡം എന്നാണ് ആ പരിപാടിയുടെ പേരെങ്കിലും കേട്ടവർക്കൊക്കെ മനസ്സിലായി അവർ വയസ്സ് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ തന്നെ പ്രവാചകന്റെ ഭാര്യമാരുടെ നീണ്ട ലിസ്റ്റ്, ഇവരുടെ ലിസ്റ്റും നമ്മുടെ ലിസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ ഒരു 5-6 പെണ്ണുങ്ങൾ കുറവാണ്, അവരുടെ ഇതിൽ അത്രയും കൂടിയുണ്ട്. അങ്ങനെ ആളുകൾക്ക് കൂടുതൽ അറിയാനൊരു ടെൻഡൻസി ഉണ്ടായി. അയ്യോ, ശരിക്കും ശരിയായിരുന്നു ഇതൊക്കെ. അങ്ങനെ അവർ പറഞ്ഞ പല വീഡിയോ ക്ലിപ്പുകളും എൻ്റെ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് ടീച്ചറെ ഇത് ശരിയായിരുന്നല്ലേ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിൽ എക്കാലത്തേക്കുമുള്ള ഒരു കരിനിഴലാണ് തൻ്റെ പ്രിയപ്പെട്ട അനുചരനായിട്ടുള്ള, കുടുംബത്തിൽ പിറന്ന സഹോദരനായിട്ടുള്ള, തൻ്റെ തത്തുല്യമായിട്ടുള്ള പ്രായക്കാരനായ അബൂബക്കറിന്റെ മകൾ കുഞ്ഞൈഷയെ ഇളം പ്രായത്തിൽ, നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ചെറിയ പാവാടയൊക്കെ ഇട്ട് ഒരു കുഞ്ഞുടുപ്പും ഇട്ട് 2 സൈഡിലും മുടിയൊക്കെ വെച്ച് കെട്ടി മാമാട്ടിക്കുട്ടിയമ്മയെ പോലെ സുന്ദരിയായി ചിരിച്ച് പൂവൊക്കെ വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞ്, കളിപ്പാട്ടവുമായി നടക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടാൽ അതിൻ്റെ കളിയും ചിരിയും അതിനോട് നമുക്ക് വാത്സല്യവും അതിനോട് ശ്രദ്ധയും അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമുക്കതൊന്ന് കേൾക്കാൻ ആകാംക്ഷ നമുക്ക് അങ്ങനെ തോന്നും. കാരണം നമ്മളുടെയൊക്കെ ബ്രെയിൻ ആ രൂപത്തിൽ ഫോം ചെയ്തതാണ്. ഇവർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെ കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്. അപ്പോൾ വാസ്തവത്തില് ആയിഷയുടെ ചെറിയ പ്രായത്തില് ഉള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് പോലും ഇത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് നമ്മുടെ 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞിനെ ഒരു റിട്ടയർഡ് അധ്യാപകൻ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലാണെങ്കിൽ അയാൾ നടന്നു പോകത്തില്ല, ഒട്ടിച്ച് ഞാൻ മുറ്റത്തിടും. അപ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നു. ഇവരുടെ മക്കളാണെങ്കിലും ശരി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊരു നീണ്ട പോസ്റ്റ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോൾ ഒരുത്തൻ പറഞ്ഞതാണ്, ജാമിദ, എൻ്റെ കുഞ്ഞ് മുട്ടിലെഴയുവാണെങ്കിൽ പോലും പ്രവാചകൻ ജീവിച്ചിരുന്നാൽ ഞാൻ പ്രവാചകന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ നബിക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ ഇവൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. അപ്പോൾ ഈ പ്രവാചകൻ മാനവരിൽ മഹാമ്ലേച്ഛനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ അവകാശവാദത്തോട് ഉപോത്ബലകമായിട്ടുള്ള 1000 തെളിവുകൾ വയ്ക്കാൻ എനിക്ക് കഴിയും. റെക്കോർഡിക്കലായിട്ടുള്ള, ഇവരംഗീകരിച്ചിട്ടുള്ള ഓതന്റിസിറ്റിയുള്ള ഗ്രന്ഥങ്ങൾ പ്രകാരം തന്നെ പ്രവാചകൻ എന്തിനാണ് ഈ കുഞ്ഞൈഷയെ, ഒരു കൊച്ചു കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള അതും സഹോദരന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചത്? അതല്ലെങ്കിൽ പോട്ടെ, ആ കാലഘട്ടത്തിന്റെ രീതിയായിരുന്നു അതെങ്കിൽ ശരി, ആ കാലഘട്ടത്തിന്റെ രീതിയാണ് അത് കേട്ടോ എന്ന് പറയണം. ഇത് അലക്കത് ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എല്ലാ കാലത്തും ഇങ്ങനെ ചെയ്തതൊക്കെ നിങ്ങളങ്ങ് ഉണ്ടാക്കിക്കോന്നും കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാചകനെ മനുഷ്യനായി പോലും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു ഗോത്രകാലത്തെ ഗോത്ര ചിന്താഗതിയുമായിട്ട് നടക്കുന്ന, കാമഭ്രാന്ത് തലയ്ക്കു പിടിച്ച, പരിസരബോധം മറന്നുപോയ, എന്തിനും ഏറെയായി കാമത്തിനു മാത്രം പ്രാധാന്യം നൽകുന്ന, പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു സെക്സ് ടോയ് ആണ്, അതല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന് മാത്രം കരുതുന്ന ഒരു നേതാവായിട്ട് മാത്രമേ ഇദ്ദേഹത്തെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ തരാം. സ്വഹീഹുൽ ബുഖാരി 7-ാം വോള്യം ബുക്ക് നമ്പർ 62 ഹദീസ് നമ്പർ 17 ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസില്, ഞാൻ വിവാഹം ചെയ്ത വിവരം പ്രവാചകനെ ധരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഏത് തരം പെണ്ണിനെയാടാ നീ വിവാഹം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീയാണ് പ്രവാചകനെ കല്യാണം കഴിച്ചത്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ്, ഒരു കന്യകയെ വിവാഹം കഴിച്ച് അവളുമായി രതി ക്രീഡകളിൽ ഏർപ്പെടാൻ നിനക്കിഷ്ടമില്ലേ? അതായത് ശിശുഭോഗത്തെ അദ്ദേഹം ചെയ്ത് കാണിക്കുകയും അനുചരന്മാരെ ശിശുഭോഗത്തിന് നിർബന്ധിപ്പിക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ. ഇപ്പോൾ പ്രവാചകൻ എങ്ങനെയാണ് മരുമകനെ തെരഞ്ഞെടുത്തത്? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ രാജകുമാരന്മാർക്ക് പെണ്ണുങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്, അതല്ലെങ്കിൽ രാജാവിന്റെ മകൾക്ക് പയ്യന്മാരെ തെരഞ്ഞെടുത്തിരുന്നത് വലിയ രൂപത്തിൽ എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യം മുന്നിൽ വെക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു തടി എടുത്തിട്ട് മുറിക്കാൻ പറയും. അതുപോലെ പ്രവാചകൻ മരുമകനെ തെരഞ്ഞെടുത്തത് ഒരു ചെറിയ പെൺകുട്ടിയെ കൊടുത്തു. എന്നിട്ട് അലിയോട് പറഞ്ഞു, ശരി നീ കൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ. നോക്കിയപ്പോൾ നബിയുടെ മുമ്പിൽ ഇട്ട് തന്നെ ക്രൂരമായിട്ട് ആ കുഞ്ഞിനെ ബലാത്കാരം ചെയ്തു അലി.
അപ്പോൾ നബി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാ എൻ്റെ മോളെ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന്. അപ്പം തന്നെ ആ വാപ്പയുടെ ക്വാളിറ്റി എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അവരിൽ നിന്നും കൂടുതൽ ക്വാളിറ്റിയോ അതല്ലെങ്കിൽ മൊറാലിറ്റിയോ മാനവികതയോ മനുഷ്യത്വമോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്കിത് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഓക്കെ. അല്ല ജാമ്യ ടീച്ചർ, അന്നേരം ടീച്ചർ പറഞ്ഞതിനകത്തോട് എനിക്ക് ഒരു എതിർപ്പുണ്ട്. 5 വയസ്സും 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ 53കാരൻ കെട്ടിന്ന് പറയുമ്പം അത് കണക്കം കൊണ്ട് യോജിക്കുന്നില്ലല്ലോ. ഇദ്ദേഹം 4 വർഷത്തോളം വയറ്റിൽ കിടന്നല്ലേ, നമ്മൾ ആ വയസ്സ് കൂട്ടണ്ടേ? ഇല്ല, പുറത്ത് വന്നതിന് ശേഷമുള്ള വയസ്സ് കൂട്ടിയാൽ മതി. പുറത്ത് വന്നതിന് ശേഷം അന്നേരം 4 വയസ്സ് വരെ വളർന്നല്ലേ ആള്? അന്നേരം പുരുഷനായിട്ടല്ലേ വളർന്നത് 4 വയസ്സോളം? ഇല്ല, പ്രസവിച്ചപ്പോ ചെറിയ കുട്ടിയായിരുന്നു. 4 വയസ്സ് വരെ വെറുതെ അതിനകത്ത് ഇരിക്കുകയല്ലേ ചെയ്തത്, വളർന്നിട്ടില്ലല്ലോ. പിന്നീട് മുല കുടിച്ചിട്ടൊക്കെ തന്നെയല്ലേ വളർന്നത്. ഹലീമ ബീവിയെ പോലെയുള്ള ആളുകളൊക്കെ മുല കുടിച്ചിട്ടുണ്ടല്ലോ. അല്ല, വയസ്സ് കൂട്ടുമ്പോ നമ്മൾ 4 വയസ്സ് കൂട്ടണ്ടേ? ഇല്ല, പ്രവാചകൻ പിന്നെ ജനിക്കുന്ന സമയത്ത് ഒരു പൈതലായിട്ട് തന്നെയാണ് ജനിച്ചത്. 2 വയസ്സ് വരെ ഹലീമ ബീവി എന്ന സ്ത്രീ ഇദ്ദേഹത്തിന് മുല കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് 2 വയസ്സായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. 2 വയസ്സ് വരെ മുലകുടി പ്രായം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ടീച്ചറെ, ഈ ബോൺസായി മരമൊക്കെ വളരുന്ന പോലെ അല്ലേ? അല്ല ടീച്ചറെ, പൈതലായിട്ടാ ജനിച്ചെങ്കിലും വയസ്സ് 4 ടീച്ചറെ, നമ്മൾ അത് കൂട്ടണ്ടേ? അല്ലപ്പ, അത് ഗർഭകാലാവധിയാണെന്നേ. അത് ഗർഭകാലാവധി നബിക്ക് മാത്രമായിട്ടൊരു 4 വർഷം ഒന്ന് ആക്കി കൊടുത്തതാണ്, മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം പാവപ്പെട്ട അബ്ദുള്ള അറിയാതെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മകൻ. അതുകൊണ്ട് ആ അബ്ദുള്ളയിലേക്ക് പിതൃത്വം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വർഷം വരെ വയറ്റിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോഴും പ്രായം കൂടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം അപ്പോഴും ഗർഭസ്ഥ ശിശുവായിട്ട് തന്നെ അതിനകത്തിരുന്നു. പുറത്ത് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രായം തന്നെയല്ലേ നമ്മൾ സാധാരണ കൂട്ടാറുള്ളൂ. ഇപ്പൊ 6 മാസത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, ജനിക്കുന്ന അന്ന് മുതലല്ലേ നമ്മൾ ആ കുഞ്ഞിന്റെ പ്രായം കണക്കാക്കുന്നത്. അങ്ങനെ മതിയപ്പ നമ്മളിങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം വെച്ച് ക്രിട്ടിസൈസ് ചെയ്ത് ആ പാവത്തെ എന്തിനാ ദ്രോഹിക്കുന്നത്? പാവം ഒരു വാപ്പ ഇരുന്നോട്ടെന്നേ. അങ്ങനെയല്ല, നമ്മൾ അവിടെ പോകുമ്പോ ഒരു മുടിനാരയുടെ 7ആയിട്ട് കീറിട്ടില്ലേ പരിശോധിക്കുന്നത്? അന്നേരം നമ്മൾ ഞാൻ കീറി പരിശോധിക്കണ്ടേ? ശരി, നമ്മളെ പഠിച്ചവൻ അങ്ങനെ പരീക്ഷിച്ചോട്ടപ്പ എന്ന് കരുതി നബിയെ നമ്മള് പാവല്ലേ, പോട്ടെ. ഇതൊക്കെ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചു കൊടപ്പ, പോട്ടെ. അല്ല ടീച്ചറെ, ഹലോ, പറഞ്ഞോ. ആ ജാഗോബാസ, ഓക്കെ. ഞാന് ഇത് കേട്ടപ്പോഴാ എനിക്ക് ഒരു സംശയം തോന്നി. ഇപ്പൊ ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ കൊച്ചുകുഞ്ഞുങ്ങളെ ഒക്കെ കെട്ടി മുഹമ്മദ് കാണിച്ചു കൊടുത്തു. മുഹമ്മദ് കെട്ടിയതിനേക്കാൾ കുറെ കൂടെ താഴ്ന്ന കുഞ്ഞുങ്ങളെ കെട്ടാവുന്നവര് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, അതറിയാമല്ലോ. തൊട്ടിൽ പ്രായത്തിൽ പോലും കെട്ടാവുന്നതായ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, തൊട്ടിൽ പ്രായത്തിലല്ല. അതായത് ഇപ്പോ ഞാൻ ഗർഭിണിയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലുള്ളതോ കൂട്ടുകാരോ അതെങ്കിൽ ആരോടാണെങ്കിലും പറയാം, എൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിന്റെ മകനെ വിവാഹം കഴിച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അത് ജനിക്കുന്നതു മുതൽ അവന്റെ ഭാര്യയാണ്. അങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ വരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള നിയമം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഓക്കെ, അല്ല അത് അറിയാം, സംഭവം അറിയാം. പക്ഷെ ഈ സ്വന്തം മകളെ നിക്കാഹ് കഴിക്കാവുന്ന, ഉമ്മയെ നിക്കാഹ് കഴിക്കാവുന്ന മുഹമ്മദിന്റെതായ ഹദീസുകളിലും വന്നിട്ടുണ്ടോ? അല്ല, അത് ഖുർആൻ ആയത്താണല്ലോ. ഉമ്മയും മോളെയും ഒരുമിച്ച് കെട്ടാമെന്നുള്ള വചനം. ഭാര്യ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളുടെ ആ സ്ത്രീയുടെ മകളെ കൂടി കെട്ടാം എന്ന് ഖുർആൻ പറഞ്ഞതാ. അതങ്ങനെ നിൽക്കുന്നു, അത് നമുക്കറിയാം, അങ്ങനെ ഒരു ആയതുണ്ട്. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ആ കെട്ടുന്ന പുള്ളിയുടെ മകളല്ലല്ലോ ഈ പറഞ്ഞത്, അത് വേറൊരു ഉമ്മയുടെ മകളല്ലേ. അപ്പൊ അതല്ല, സ്വന്തം രക്തത്തിൽ പിറന്ന, അതായത് ഒരു ബഷീർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഉമ്മു സുൽമ എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ചതായ ഒരു ജുവൈരിയ. അപ്പൊ അദ്ദേഹത്തിന്റെ രക്തത്തിലല്ലേ ആ കുഞ്ഞിനെ കെട്ടാമെന്നുള്ള ഒരു നിയമം മുഹമ്മദ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? അതോ ഇവിടുത്തെ മതപണ്ഡിതന്മാര് മുഹമ്മദിനെ വളർത്തിയടിച്ച് ഇറക്കിയതാണത്? അതുപോലെ തന്നെ സ്വന്തം ഗ്രന്ഥത്തിലാണ്, ഞാനൊന്ന് റെഫർ ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ ഹദീസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വെച്ചിട്ടില്ല, കാണാൻ സാധ്യതയില്ല. മനസ്സിലായോ?
ഉം. ഞാനും പരിശോധിച്ചിട്ട് ഇപ്പം ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. പിന്നെ ഇത് വിവർത്തനം ചെയ്യാത്തതായ കുറെ ഹദീസുകളുണ്ട്, അറബികൾ കുറെ ഹദീസുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒതന്റിക് ആയിട്ടുള്ള ഹദീസുകൾ കാണുന്നില്ല. ഈ ഫിഖ് സുന്നയിലാണ് പറയുന്നത് സ്വന്തം മകളെ നിക്കാഹ് കഴിക്കുക, അതായത് സ്വന്തം മകളെ. മുമ്പ് ടീച്ചർ പറഞ്ഞത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അത് വലിയ ഒരു വിഷയമൊന്നുമല്ല. ഒരു സ്ത്രീയെ അവിടെ മകളെയും കൂടെ നിക്കാഹ് കഴിക്കുന്നു, എന്നിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ കെട്ടിയതായ ഭാര്യ ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ ഭാര്യയുടെ കുഞ്ഞിനെ കെട്ടാം. അപ്പൊ ബന്ധപ്പെട്ടാൽ ഇവന് കള്ളം പറയാവുന്ന ഒരു പ്രമാണം ഒരു ഹദീസ് കിടക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. അത് അവിടെ അദ്ദേഹത്തിന്റെ തല്ലി പെൺകുട്ടി വേറൊരു മനുഷ്യനിൽ നിന്നും ഈ സ്ത്രീക്കുണ്ടായതായ കുട്ടിയാണ്, ആ അമ്മയും കുട്ടിയായിട്ടുള്ള ബന്ധം വേറെ. പക്ഷെ ഇദ്ദേഹത്തിന് ആ കുട്ടിയെ കെട്ടാം, അതല്ല ഇവിടെ വിഷയം. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഇങ്ങനെ നിക്കാഹ് കഴിച്ച് വേഴ്ചെലപ്പെടാതെ നടത്തിയിട്ടുള്ളതായ ആ ഒരു വ്യാഖ്യാനം, ആ ഒരു സംഭവം അത് എങ്ങനെ മുഹമ്മദിൽ നിന്ന് കിട്ടി? ഹദീസുകളിലൊന്നും കാണുന്നില്ല. ഇവർക്ക് ഇത് എങ്ങനെ ഇത് എഴുതി വെക്കാനുള്ളതാ മനോധൈര്യമില്ല. മാത്രമല്ല ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ കെട്ടാമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ചോരക്കുഞ്ഞിനെക്കായൊക്കെ ധാർമ്മികതയിൽ തകർന്നില്ലേ? ഇതെവിടെ എത്തി നിൽക്കുന്നു ഈ രണ്ട് വിഷയങ്ങള്? പിന്നെ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട് ഈ അതിവിടെ വായിക്കാൻ കൂടെ ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിസ്കാരത്തിലിരിക്കുമ്പോൾ പോലും ഇവന്റെ സ്വയനിയന്ത്രണത്തിൽ കീഴിലല്ല ഇവന്റെ ഒരു മുസൽമാന്റെ ലിംഗം ഉദ്ധരിച്ച് ഇങ്ങനെ എഴുതില്ല, ലിംഗം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. പക്ഷെ അള്ളാഹു ഇതില്ല, അടുത്ത നിമിഷം അവനത് പ്രാക്ടിക്കൽ ആക്കണം, പ്രയോഗത്തിൽ വരുത്തിയ അടങ്ങാനൊക്കത്തോളം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചോരക്കുഞ്ഞായാലും അമ്മയായാലും മകളായാലും എന്താണ് അത് ചെയ്തേ പറ്റുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഏതോ ഒരു ക്ലബ് ഹൗസ് കേട്ടു, ഏതോ മുസ്ലിം പണ്ഡിതന്മാർ സംസാരിക്കുന്നതാണ് ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിം പണ്ഡിതൻ സംസാരിക്കും. ഇവർക്ക് ഇത് എവിടുന്നാ, ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്? അതാ ഞാൻ ചോദിച്ചത്, ഉണ്ടെങ്കിൽ പറയുക. അല്ല, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുമ്പ് പെരിന്തൽമണ്ണയിൽ ഒരു വാപ്പ മകളെ ഗർഭിണിയാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ പറമ്പിൽ ഒരു വാഴ നട്ടു, അത് വാഴ കുലച്ചാൽ അതിലെ വാഴക്കൊല ഞാൻ തിന്നണോ നീ തിന്നണോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഇവരിൽ നിന്നും കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ഉണ്ടാകും. കാരണം ഈ തലതിരിഞ്ഞ മതവും ഈ ഒരു കാമവെറിയനായിട്ടുള്ള ഒരു നേതാവും ഒരു ഗോത്രീയത മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അതിനകത്ത് മൊറാലിറ്റി ഒന്നുമില്ല. നമുക്ക് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരു കാലഘട്ടത്തിനും ഭൂഷണമായിട്ടുള്ള ഒരു മതമോ ഒരു പ്രത്യയശാസ്ത്രമോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ധാർമ്മികതയുള്ള ഒരു നേതാവോ അല്ല ഇത് എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ഫിഖ് സുന്ന ഉണ്ടല്ലോ, അതിന്റെ ആ പുസ്തകത്തിന്റെ പേജ് 599 600 ഈ 2 പേജുകളിലാണ് ഈ ഒരു മനുഷ്യന് സ്വന്തം മകളെയും സ്വന്തം ഉമ്മയെയും കെട്ടിവേഴ്ചലപ്പെടാൻ എഴുതിയിരിക്കുന്നത്. ഞാനത് വായിച്ചിട്ട് വാസ്തവത്തിൽ എന്തൊക്കെയോ എനിക്ക് ഈ സമൂഹത്തോട് ഒരു വല്ലാത്ത ഒരു അവമതിപ്പ്. ഇദ്ദേഹം നമ്മുടെ കുമാരനാശാനെ ഇതിനകത്ത് ദുരവസ്ഥയ്ക്കകത്ത് ഈ സമൂഹത്തെ കുറിച്ച് പറയുന്നത് വാസ്തവത്തിൽ ഇപ്പോഴേ എനിക്ക് അതിന്റെ കൃത്യത മനസ്സിലായി. അന്ന് അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് കശ്മലന്മാരാണ് മുഹമ്മദ് രാക്ഷസ കഷ്ടം കാണായത് അസംഖ്യം പേരെല്ലാരും ദുഷ്ട മുഹമ്മദ് രാക്ഷസന്മാർ അല്ലല്ല എന്തെല്ലാം ചെയ്യുന്നു കശ്മലർ നല്ല ജനങ്ങളെ കാണുക വയ്യേ എന്ന് അദ്ദേഹം പറഞ്ഞു വിലപിക്കുക. ഈ ജനം കാണിക്കുന്നതായ നമ്മാടിത്തരങ്ങൾ കണ്ട് വേദനയ്ക്ക് എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ ആ വരിയൊന്ന് വായിക്കണം. അവസാനം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, മാപ്പിള മാറുന്ന ശബ്ദവും കൈക്കുന്നു വേപ്പിലയേക്കാൾ ചെവിക്ക് തന്നെ. കയ്പ് നാവിലൂടെ അല്ലേ നമ്മൾ അനുഭവിക്കുന്നത്, ചെവിക്ക് ഇത് കേൾക്കുമ്പോൾ ചെവി കഴിക്കുന്നെന്ന്. വാസ്തവത്തിൽ ഇദ്ദേഹം ഈ കുമാരനാശൻ പറഞ്ഞതുപോലെ ആ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് അദ്ദേഹം പറയാന്നു. അപ്പൊ ഇതെന്താ കാരണം? ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ പിന്നെ എന്താണ് പറയേണ്ടത്? അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ ഇവരുടെ ആളുകളെ വായിച്ച് കേൾപ്പിച്ച് ഇവരുടെ ആളുകൾ ഇത് അറിയണം. ഇത്ര ഹീന സംസ്കാരമാണ് ഈ മതമെന്ന് ഇവരുടെ ആളുകൾ, യുവാക്കള്, യുവതികള്, ഇവിടെ വരുന്ന മുസ്ലിങ്ങളൊക്കെ അറിയണം. നമ്മളല്ല കുറ്റക്കാര്, മറിച്ച് ഇവരുടെ പുസ്തകത്തിനകത്ത് ഇത്തരത്തിലുള്ളതായ അധമമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഇതൊരു ഹീന മതമാണെന്നും ഇതൊരു അധമ സംസ്കാരമാണെന്നുമുള്ള വസ്തുതകൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കണം. അതാണ് മാർഗം.
ഇവര് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് മലയാളം എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര തെറിയ. അതുപോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവർക്ക് കൾച്ചർ എന്താണെന്ന് അറിയില്ല. അതാ ഇപ്പം തന്നെ നമ്മുടെ ലൈവ് ചാറ്റിൽ വന്നിട്ട് ഓരോരുത്തർ എന്തെല്ലാം വൃത്തികേടുകളാണെന്നറിയാമോ? ഇവരിൽ നിന്നും ഒരു ചിന്ത ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോന എൽദോസ് എന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി ഇപ്പോൾ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്? ഇനിയും ഒരു സോന എൽദോസ് ഉണ്ടാകരുത്, ഇനി ഒരു റമീസ് ഉണ്ടാകരുത്. ആ രൂപത്തിൽ മറ്റുള്ളവരെ എങ്കിലും ഒന്ന് ചിന്തിപ്പിക്കാം. അതല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിക്കുമെന്നോ നമ്മുടെ പുസ്തകത്തിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഇവർ വിമർശിക്കുന്നതെന്നോ ഇവർ നമ്മളോട് സമ്മതിക്കില്ല. പക്ഷേ ഇവരിത് കേട്ടിട്ട് ഈ പുരോഹിതന്മാരെ പിടിച്ച് നിർത്തും റോഡിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം എം അക്ബറിൻ്റെ ഒരു ചോദ്യോത്തര വേദിയിൽ 2 മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുവാണ്, അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരി, നിങ്ങളുടെ പേരും ഒക്കെ പറയൂ. പേരൊക്കെ പറഞ്ഞു, പഠിക്കുന്ന കോളേജൊക്കെ പറഞ്ഞു. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ കിട്ടിയ ആളെ ഞങ്ങൾ എങ്ങനെയാണ് സാധേ മാതൃകയാക്കുക ഈ കാലഘട്ടത്തിൽ? നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമാനുസൃതം തെറ്റല്ലേ? നമ്മൾ ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ ചിന്തിക്കണം, അവർ മനസ്സിലാക്കണം. അപ്പോൾ അവർ നമ്മൾ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് നമ്മളോട് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ബിഗ് ബോസിൽ പോലും ആദില, നൂറ 2 മുസ്ലിം പെൺകുട്ടികൾ അവർ ലെസ്ബിയൻ കപ്പിൾസായിട്ട് അവരതിനകത്തുണ്ട്. മതപരമായിട്ട് തെറ്റാണ്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ബിയർ കുടിച്ച ഒരു കഥയൊക്കെ ആ പെൺകുട്ടി എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ഏതോ ഒരു ഔട്ട്ലൈനിൽ കണ്ടു. കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരു 6 മുസ്ലിം പെൺകുട്ടികളാണ് റമലാൻ മാസത്തിൽ നോമ്പ് പോലും പിടിക്കാതെ, നമസ്കരിക്കാതെ, തട്ടമിടാതെ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ സകലമാന സ്വാതന്ത്ര്യങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും വിദ്യാഭ്യാസം, അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീഡം നേടുക, ഇതിൽ നിന്നൊക്കെ നമ്മളെ വിലക്കുന്നത്, നമുക്ക് വിലങ്ങുതടിയാകുന്നത് ഈ 6-ാം നൂറ്റാണ്ടിൻ്റെ കിതാബും ആ ഗോത്രകാലത്തെ നേതാവുമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പ്രത്യക്ഷമായി പറയാതെ തന്നെ വിഭിന്നമായി, മതഗ്രന്ഥത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഈ സോന എൽദോസ് എന്ന ഒരു പെൺകുട്ടി ഒരിക്കലെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കാണുകയോ കേൾക്കുകയോ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി പോകുമായിരുന്നില്ല. ഇന്ന് അഖില ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി കേരളത്തിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നതിന് കാരണം ഞാനാണ്. എനിക്കൊരു അവകാശവാദവുമില്ല. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, യമനിൽ ആടുമേയ്ക്കാൻ പോകണം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, എന്നെ മതം മാറ്റിയവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഇസ്ലാം എന്താണ് എന്ന കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഒരിക്കലും അതിനെ മതം മാറാനോ അതല്ലെങ്കിൽ അതിനെ ഇസ്ലാം ഉപേക്ഷിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയായി എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ചാടാൻ പോകുന്ന ആളുകളോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, അത്രേ ഉള്ളൂ. അവർക്കൊന്ന് ബോധം വയ്ക്കണം, ഇതാണ് ഇസ്ലാം. ഇന്ന് തോളിൽ കൈയിടുന്നവൻ നാളെ വാളു വീശും എന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടാക്കി കൊടുക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെ ഡിഗ്ര, ഈ നമ്മുടെ ഇപ്പോഴത്തെ എം പിയും അന്ന് എം പിയുമായിരുന്ന ഒരു മാന്യനുണ്ടല്ലോ, ഒരു മാന്യൻ, ഒരു കൊച്ചു കൊമ്പൻ മീശയൊക്കെ വെച്ച ഒരു പൊന്നു മാന്യൻ, നമ്മുടെ മാധവക്കുട്ടിയെ മതം മാറ്റിയതിന് ലഭിച്ച തുക ഉണ്ടല്ലോ, മാധവക്കുട്ടി പറയുന്നുണ്ട് $10,00,000 സൗദി അറേബ്യയിൽ നിന്ന് ആ മാന്യൻ അടിച്ചു പറ്റുക. എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ, നമ്മുടെ മതമംഗലത്തെ കൊച്ചിനെ അടിച്ചു മാറ്റി കുറെ പണം സമ്പാദിക്കാം എന്നുള്ളതായ ലക്ഷ്യം അവന്റെ തലയ്ക്കുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ, ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ, കത്തോലിക്ക പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി ഇത്ര ലക്ഷം, അതിന് താഴെടുത്തായിട്ട് ഇങ്ങനെയാണ്. പിന്നെ ഒരു ബ്രാഹ്മണ കുട്ടിയെ ഇത്ര ലക്ഷം എന്നുള്ള ഒരു കണക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് SDPIക്കാർ അവരിൽ നിന്നാണ് പുറത്തു വന്നത്. ന്യൂസിലുണ്ടായിരുന്നു, അതൊക്കെ പത്രത്തിൽ മറ്റു വായിക്കും. അപ്പം ഈ ചെറുക്കന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പൊ ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ട്. ഇപ്പൊ ഒരാളെ ഇപ്പം ഈ ദീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ ഒരു വലിയ സമ്പത്ത് സ്വായത്തമാക്കാം എന്നുള്ളതായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞതായ മാലിന് എന്തിന്റെ കുറവ്, സമ്പത്തിന്റെ കുറവല്ലോണ്ട് ഈ പറഞ്ഞതായ ലീഗിന്റെ MP, ഇന്നും അദ്ദേഹം MP ആണ്. ചാരിയാർ പാവത്തിന് വയസ്സ്, ഇവന്റെ അമ്മയുടെ പ്രായമുള്ളതിന് എന്നെ ബലാത്സംഗം ചെന്നാ അവര് പറയുന്നത്. ഞാൻ കേസ് കൊടുത്തവനെ, പക്ഷെ എന്റെ മക്കള് കാരണമാണ്, അല്ലെങ്കിൽ അവനെ ജയിലിൽ കിടന്നതൊക്കെ ഒരാ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളതായ നെറുകെട്ട പണികളൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ പിന്നെ ഈ റമീസിനെ പോലെയുള്ളവർ കാണിച്ചില്ലെങ്കിൽ ഉള്ള അർത്ഥം. അപ്പം ഈ പറഞ്ഞതായ MP ഇന്നും മാന്യനായിട്ട് തൊപ്പിയൊക്കെ വെച്ച് നടക്കുക.
ഈ മതത്തിന്റെ ഞാൻ രണ്ടാമത് ഒരു കനേഡിയൻ എഴുത്തുകാരിയുണ്ട്, ഒരു മെർലി വെസ്ബോർഡ് എന്ന് പറയുന്ന, അവരാണ് ഈ മാധവിക്കുട്ടിയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്നൊന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ AP അഹമ്മദിന് ശേഷം. സമദാനി എന്ന് പറയുന്ന മാന്യൻ ഇസ്ലാമിനെ വളർത്താനാണ് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ പ്രണയം നടിച്ച് മതം മാറണമെന്നു പറഞ്ഞ് ഈ പ്രണയത്തിനു വേണ്ടി ദാഹിച്ച കമലാസുരയ്യ ചെന്ന് കയറിക്കൊടുത്തു, തൊടിയിലിട്ടവരെ ബലാത്കാരം ചെയ്ത് ഇന്നേക്ക് 10ാം നാൾ നീ എൻ്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണെന്ന് പറഞ്ഞു. അവരെ മതം മാറാൻ തയ്യാറായി, പറഞ്ഞ വാക്കു പാലിച്ച തന്തയ്ക്ക് പിറന്ന മകളായി. പക്ഷേ തന്തയില്ലാഴിക കാണിച്ചിട്ട് കോടിക്കണക്കിന് പണവും പറ്റി സുഖലോലുപതയിൽ രാഷ്ട്രീയ അധികാര കസേരയിൽ അമർന്നിരിക്കാൻ അയാൾക്ക് സാധിക്കുന്നത് അയാൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം ഈ പെൺകുട്ടി എന്ന സോന എൽദോസ്, ഈ പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടി ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പം ഈ കേരളത്തിൻ്റെ ചരിത്രം മാത്രം എടുത്താൽ ഈ റമീസിനെ പോലെയുള്ള ആളുകൾക്ക്, അതുപോലെ കൊട്ടാരക്കരയിലെ മറ്റൊരു പെൺകുട്ടിയുണ്ട് അൻവർ ഷാ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ നീണ്ടമായിട്ടുള്ള മത ജിഹാദിന് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടി, അത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് നീതി കിട്ടിയില്ല. സോന എൽദോസ് മരിച്ചത് കൊണ്ട് അതിനു വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ ഇത്രയും വർഷം ഇതിനകത്ത് കേരളത്തിനകത്ത് ആരെയാണ് ദ്രോഹിച്ചത് എന്ന് നോക്കിയാൽ മതി. ക്രിസ്ത്യാനികൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ ആര് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? ഈ സുഡാപ്പികളെ താങ്ങുന്ന ഇടതനും വലതനും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോ, അടിച്ചുകൊന്ന് തല്ലിക്കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കും സൂക്ഷിച്ചോ. ഇടുക്കി മെത്രാനെ ബോംബെറിഞ്ഞു, അരമനെ അടിച്ച് തകർത്തു. സംഘപരിവാറല്ല ഇത് ചെയ്തത്. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയവനെ സവാദ്, അവനെ കണ്ണൂര് കൊണ്ടുപോയി പെണ്ണ് കെട്ടിച്ചു കൊടുത്തതും വീടും സ്ഥലവും കൊടുത്തതും കോടിക്കണക്കിന് പണം കൊടുത്തതും അവനെ വേഷം മാറി മാസപ്പടി കൊടുത്ത് സുരക്ഷിതമായി 10 വർഷത്തോളം സംരക്ഷിച്ചതും സംഘപരിവാറല്ല. മുസ്ലിം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റു കുട്ടികൾക്ക് പന്നിമാംസം വിളമ്പിയെന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട എരുമേലിയിൽ കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി തല്ലിച്ചതച്ചത് ഈ സുഡാപ്പി വിഭാഗമാണ്. ഹഗിയ സോഫിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കിയതിനെ അഭിനന്ദിച്ച് ലേഖനം എഴുതിയത് ഈ തീവ്രവാദികളാണ്. പാലാ പിതാവിനെതിരെ കൊലവിളി മുഴക്കിയത് ഇവരാണ്. അദ്ദേഹത്തിനെതിരെ കേസ് എടുപ്പിച്ചതും അദ്ദേഹത്തിന്റെ നാവരിയുമെന്നും തലയെടുക്കുമെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പള്ളി മൊത്തം വലയം ചെയ്തതും റോഡിലൂടെ മാർച്ച് നടത്തിയതും സുഡാപ്പി വിഭാഗമാണ്. ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് ഫോൺ നമ്പർ സഹിതം ടെലികാസ്റ്റ് ചെയ്തത് സംഘപരിവാറല്ല, സുഡാപ്പികളാ. ആന്റണി തറേക്കടവിലച്ചൻ അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഹലാലിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ കേരളത്തിൽ സുഡാപ്പികളാണ്. ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങൾ 80% മുസ്ലിങ്ങൾക്ക് കൊടുപ്പിച്ചത് നമ്മുടെ നാട്ടിലെ ഇടത് വലത് സർക്കാരുകളാണ്. നെഹ്റുവിന് അതിന് നല്ല പങ്കുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയതിൻ്റെ പേരിൽ ഒരു വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഈ സുഡാപ്പികളാണ്. ഹിജാബ് വിഷയം വന്നു, പൗരത്വ ഭേദഗതി വിഷയം വന്നു, വഖഫ് ഭേദഗതി വിഷയം വന്നു. ഹിജാബിന്റെ വിഷയത്തിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ മൈമ് കളിച്ചു എന്നതിന്റെ പേരിൽ ഒരു വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞു വെച്ച് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിപ്പിച്ചത് ഇവരാണ്. പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞത് ആരായിരുന്നു? ഇവരാണ്. തുളസിത്തറയില് അടിയിൽ മുടി പറിച്ചിട്ടത്, ഗുഹ്യഭാഗത്ത് നിന്ന് രോമം പറിച്ചിട്ടത് ഈ വിഭാഗമാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ ആഹ്വാനം ചെയ്തത് ഇവരാ. കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ വിശുദ്ധ കുരിശ് ഞാനൊരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഓരോരുത്തരും വിശ്വസിച്ചോട്ടെ, അതവരുടെ സ്വകാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അങ്ങനെ മറ്റു മതവിഭാഗങ്ങളെയും മതവിശ്വാസികളെയും ആ മതത്തിലുള്ള പുരോഹിതന്മാരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇവരാണ്. ഹിജാബ് വിഷയത്തിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പ്രശ്നമുണ്ടാക്കിയതും നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഇവർ കയറി ചെന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന് ആർത്തട്ടഹസിച്ചതും കേരളത്തിലെ ഒരു വർഗീയ കലാപത്തിനുള്ള ആക്കം കൂട്ടലായിരുന്നു. ഇവരെ യേശുക്രിസ്തു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ തപ്പി വല വീശി ഇറങ്ങിയിരിക്കുവാണ് ഇപ്പോൾ മലയാളികൾ. ഇറാനിലോ ഇറാഖിലോ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാപ്പ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് വാപ്പയെ തേടുന്ന മകൻ എന്ന് പറഞ്ഞൊരു ചിത്രവുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുക. അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തത്. അതുപോലെ നിന്റെയൊക്കെ തന്തയുടെയും ഒക്കെ ശവത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയുള്ള അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിവെച്ചോളാൻ പബ്ലിക്കായിട്ട് കേരളക്കരയിൽ മുദ്രാവാക്യം മുഴക്കിയത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ ഈ കെണിയിൽ ലവ് ജിഹാദിൽ പെടുത്തി ഒന്നുകിൽ കൊല്ലുക, അതല്ലെങ്കിൽ മതം മാറ്റി ശിഷ്ടകാലം അടിമയായി ജീവിപ്പിക്കുക. ഇതൊക്കെ ഇവരുടെ രീതിയാ. ഇപ്പോൾ സിനിമകളിലൂടെ ഏത് രൂപത്തിലാണോ അന്യമത വിരോധം പ്രചരിപ്പിക്കേണ്ടത് അതും അവർ എടുത്ത് പയറ്റി നോക്കുന്നു. മയക്കുമരുന്ന്, മലദ്വാർ ഗോൾഡ്, ഉമ്മറം ഗോൾഡ്, കഞ്ചാവ്, പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി, എല്ലാ രൂപത്തിലേക്കും ഇവർക്ക് എമ്പാടും പണം വരുന്നുണ്ട്. ഇവർക്ക് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉണ്ട്. ഈ രൂപത്തിൽ ഇടപെടുന്ന ഏതൊരാളെയും രക്ഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ സംവരണ ആനുകൂല്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് ആരാണ്? ഇവർ തന്നെയാണ് വഖഫ്. പാഠപുസ്തകങ്ങളിൽ നിന്നും ചവറ കുര്യാക്കോസ് അച്ഛന്റെ ചിത്രവും പേരും നീക്കം ചെയ്തതാരാണ്? ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയത്തിലും കന്യാസ്ത്രീകളുടെ വിഷയത്തിലും കയറിക്കൂടി അതിനകത്തും ഒരു മുതലെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ഛത്തീസ്ഗഡിലെ വിഷയത്തിലും ഒരു മുതലെടുപ്പ് നടക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഇവര് നുഴഞ്ഞു കയറി ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും താറടിച്ചു കാണിക്കാൻ കവല പ്രസംഗങ്ങൾ സംഘടിപ്പിച്ച്, CD-കൾ ഇട്ടിട്ട് സംവാദങ്ങൾ സംഘടിപ്പിച്ച്, ചോദ്യോത്തര വേദികൾ സംഘടിപ്പിച്ച്, പുസ്തകങ്ങൾ എഴുതി, ലഘുലേഖകൾ എഴുതി, സിനിമകളിലൂടെ, ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവരെന്താണ് ഈ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്? പൂഞ്ഞാറിൽ വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇങ്ങനെ ക്രിസ്മസ് പിഴച്ചുപെറ്റവന്റെ ആഘോഷമാണെന്നും പിന്നെ ശബരിമലയ്ക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവർ ഈ നാട്ടിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ടിപ്പു എന്ന് പറയുന്ന കൊള്ളക്കാരനായിട്ടുള്ള മത പരിവർത്തകനെ നിർബന്ധിപ്പിച്ച ആളുകളെ മതം മാറ്റുകയും മതം മാറ്റാൻ തയ്യാറല്ലാത്ത ആളുകളെയൊക്കെ വാളിനരിഞ്ഞു വീഴ്ത്തുകയും ചെയ്ത നരാധമനായിട്ടുള്ള ഒരുത്തനെ പറഞ്ഞതിന്റെ പേരിൽ ജോസഫ് പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന പിതാവിനെ കൊലവിളി നടത്തിയത് ഇവരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാത്തിനും പറ്റുന്ന അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ് ഈ കേരളത്തിലുള്ളത്. കേരളത്തിലെ ഇടതനും വലതനും ഏതൊക്കെ രൂപത്തിലാണോ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത്, വളർത്താൻ പറ്റുന്നത്, ആ രൂപത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഏത് രൂപത്തിലാണ് ആളുകളെ ബോധവൽക്കരണം നടത്താൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു രീതിയാണ് ഈ മതമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റതെല്ലാം നിന്യന്മാരാണ്. ഓരോ ദിവസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് അവൻ പറയുന്നത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹുവേ ശപിക്കപ്പെട്ടവരാണ് ആര്? വഴിപിഴപ്പിച്ചവരാണ്, അള്ളാഹു കോപിച്ചവരാണ് ക്രിസ്ത്യാനികളും നസ്രാനികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ. ഈ അന്യമത വിരുദ്ധത ഒരു ദിവസം 17 തവണ ഇങ്ങനെ ഉരുവിട്ട് അള്ളാഹുവെ നീ അവരെ നിന്യന്മാരാക്കണേ. ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ്, ഈ മതഗ്രന്ഥമാണ് അന്യമതവിശ്വാസികളെ ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അടക്കം ഇതിനൊക്കെ പ്രധാന ഉത്തരവാദി ഈ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ ടീച്ചറെ, മറ്റൊരു കാര്യം കൂടി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ഇപ്പൊ ഇവിടെ ഈ കോതമംഗലത്തെ കുട്ടി ആത്മഹത്യ ചെയ്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞതാണ്. എന്നാലേ ആത്മഹത്യ ചെയ്യാത്തതായ കുട്ടികള് ദുരൂഹ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും കാണാതിരിക്കുന്ന നിരവധി കുട്ടികൾ കേരളത്തിലുണ്ട്, മലയാള കരയിലുണ്ട്. പക്ഷെ പേരൻസ് അത് പറയുന്നില്ല. അഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ട് പലരും പറയുന്നില്ല. ചില കുട്ടികളൊന്നും ഇല്ല, ചില കുട്ടികളെ ചില വീടുകളിലില്ല. ഇപ്പൊ ദുരൂഹ സാഹചര്യത്തിലൂടെ പെൺകുട്ടികൾ ധാരാളം പോകുന്നുണ്ട്. ഇപ്പം
ഇടതുപക്ഷത്തോട് ചായ്വയുള്ളതായ ഒരു മാസികയാണല്ലോ ഈ കേരള സിദ്ധം എന്ന് പറഞ്ഞ. അതിനകത്ത് വന്നതായ ഒരു ആധികാരിക അവർ വെറുതെ എഴുതിയിരിക്കുന്നില്ല. ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് അവർ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, 2017 മുതൽ 2021 വരെയുള്ളതായ 5 വർഷത്തെ കണക്കിൽ 5 വർഷങ്ങളിൽ കൊണ്ട് കേരളത്തിൽ നിന്നും കാണാതായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം 35,336 എണ്ണമാണ്. ഇതൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കണക്കൊക്കെ പുറത്തു ഇവിടുത്തെ മാധ്യമങ്ങളോ സർക്കാരോ ഈ ജനപ്രതികൾ ആരും കണ്ട അഭാവം നടിക്കുന്നില്ല. പുറത്തു വന്നേക്കുന്നത്. എന്നിട്ട് അവരെഴുതിയിരിക്കുന്ന അവസാനത്തെ കണ്ണി, അങ്ങനെ നഷ്ടപ്പെട്ടവരിൽ അവസാനത്തെ കണ്ണി പത്തനംതിട്ട സ്വദേശിനി ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന ഉണ്ടല്ലോ, ഒരു DGP അദ്ദേഹം ഒഴിയാൻ പോയതിന് മുമ്പ് പറഞ്ഞ എനിക്കറിയാം ആ കുട്ടി എവിടെ പോയിരുന്നത്, ഉടനെ വെളിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം കൊണ്ടുവരുന്നൊക്കെ പലരും പറഞ്ഞല്ലോ. ആ കുട്ടിയാണ് അവസാനത്തെ കണ്ണി എന്നാണ് ആ കേരള സിദ്ധത്തിലെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത്. അപ്പൊ 35,336 കുട്ടികള് 2017 മുതൽ 2021 വരെയുള്ളതായ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മിസ്സിംഗ് ആയിട്ടുണ്ട്. ചില വീടുകളിൽ പെൺകുട്ടികളില്ല, ജോലിക്ക് പോയിരിക്കുകയാണ്, പക്ഷെ അവരെ കുറിച്ച് ഒരു അറിവുമില്ല. ഈ മാതാപിതാക്കള് അഭിമാനത്തിന്റെ പേരിൽ അത് പുറത്തു പറയത്തുമില്ല. ഞാൻ പേര് പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. ഞാൻ ഇതുപോലൊരു വിഷയത്തിൽ ഇടപെട്ടു. ഈ കേരളത്തിൽ തിരുവിതാംകൂറിന്റെ ഒരു ഭാഗത്ത് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി. മലപ്പുറം ജില്ലയുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് തന്നെ. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ട് അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഒക്കെ ഈ കൊച്ചുകുട്ടിയാ 16-17 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതിനെ പറഞ്ഞ് അതിന്റെ പേരൻസിനെ വിളിച്ച് മാതാവ് വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പാണ് ആരോ എന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ അവർ ദീർഘദൂരം ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ഞാൻ താമസിക്കുന്ന അവിടെ ചെല്ലാനായിട്ട്, കേരളത്തിലെ ഒരറ്റത്താണ്. അപ്പം അവിടെ ചെന്ന് ഞാൻ ഈ കുട്ടിയെ കണ്ട് സംസാരിച്ചു, ഇവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോ ഞാൻ ചെന്നവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് നിങ്ങള് നിങ്ങളുടെ കൂടി നിൽക്കുന്നതായ ചർച്ചിലെ വൈദികനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ആരോട് പറഞ്ഞു? ഇത് പറയാൻ കൊള്ളുവോ? ആരും അറിഞ്ഞിട്ടില്ല. ഈ കൊച്ചു പോയിട്ട് 1.5 മാസമായി. അപ്പൊ 1.5 മാസം കൊണ്ട് ഈ കുട്ടി ഇവന്റെ കൂടെ കറങ്ങിയൊക്കെ ജീവിക്കുകയാണ്. പക്ഷെ അന്നേരം ചോദിച്ചപ്പോ യാതൊരു പരിക്ക് കേൾക്കാതെയാണ് രക്ഷപ്പെട്ടതൊക്കെ അവള് പറഞ്ഞു. അപ്പം ആ വീട്ടുകാർക്ക് അഭിമാനം ഉള്ളത് കൊണ്ട് ആരോടും പറയുന്നില്ല, പള്ളിക്കാരോട് പറയുന്നില്ല, ബന്ധുമിത്രാദികളോട് ആരോടും പറയാതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൃത്യമായിട്ട് അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പം ഇത് പറയാൻ മടിക്കുന്ന, അഭിമാനം ഉള്ളത് കൊണ്ടോ എന്റെ കുട്ടിയെ പോയി ഒരുത്തന്റെ കൂടെ പോയി എന്ന് പറയാനായിട്ട് അഭിമാനം അനുവദിക്കാത്തതുകൊണ്ട് മൂടി വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ കണക്കൂട്ടിയായിരിക്കും ഇവര് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുമാതെ നമ്മുടെ ചേർത്തല ഇപ്പം കണ്ടില്ലേ, ഒരു സെബാസ്റ്റ്യൻ കൊന്ന് തള്ളിയതുപോലുള്ള വിഷയങ്ങളല്ലത്. അങ്ങനെയല്ല പോയിരിക്കുന്നത്. ഈ രീതിയിലാണ് കൊച്ചുകൾ പോയിരിക്കുന്നത്. കാരണം അവര് പറയുന്ന അവസാനത്തെ കണ്ണ് ജസ്നയെ കുറിച്ചാണ് പറയുന്നത്. അവളൊരിക്കലും കോളേജിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് വൈകിയ സമയത്ത് അവരുടെ പിതാവിന്റെ പെങ്ങളുടെ ഭവനത്തിലേക്ക് പോകാനായിട്ട് വീട് വിട്ടിറങ്ങിയ കുട്ടിയാണ്. മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് അവൾ ഇറങ്ങി 2 കൽപ്പിച്ചിറങ്ങിപ്പോയ കുട്ടിയാണ്. അതിന് ഇന്നുവരെ കണ്ടിട്ടില്ല. അത് ഇതുപോലെ ലവ് ജിഹാദിൽ പെട്ടു എന്ന ഒരു സംശയം ആ ശബ്ദക്കാരൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, കോതമംഗലത്ത് മരിച്ചു പോയത് കൊണ്ട് നമ്മൾ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. പലതും അറിയാത്ത പലതും കൊണ്ട് അതൊരു വലിയ ഭീകര സംഭവം തന്നെയാണ്. ഇവിടെ നമ്മുടെ ആളുകള് ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം. ഈ സഭാ നേതൃത്വ നിലയിൽപ്പെടണം. കഴിഞ്ഞ ദിവസം നമ്മുടെ കത്തോലിക്ക സഭയിലെ ജെയിംസ് കോക്കാവേൽ അദ്ദേഹം പറയുണ്ടായി, കുട്ടി യാക്കോബ സഭയിലെ കുട്ടിയാണ്, യാക്കോബ സഭാ നേതൃത്വം ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊന്നും ഇത് അറിയുന്നില്ല. ഒരു കുട്ടി ഒരു സഭയെന്ന് പോയാൽ നമുക്കെന്താന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവർ പലരും ഇരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ ഒന്നാമത് കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇല്ല, കുറവാണ്. ഒരെണ്ണം പോലും കാണാത്ത സ്ഥിതിയിലേക്ക് പോകും. സഭാ നേതൃത്വം ഇതിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ നന്നായി ഇത് കൈകാര്യം ചെയ്തെങ്കിലേ മതി. ഇത് കേവലം ഒരു പ്രണയത്തിൽ കൂടെ പോകുന്നതല്ല. നമുക്കറിയാം ഈ പെൺകുട്ടികളും ആൺകുട്ടികളുടെ പ്രണയം പഴയ കാലങ്ങളിൽ 80ന്റെ അവസാനം വരെയൊക്കെ എന്ത് സുന്ദരമായ പ്രണയമായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ പ്രണയം എന്താണ്?
ഇന്ന് പ്രണയമാണോ കാണിക്കുന്നത്? ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ പല പ്രണയങ്ങളും നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ കവിവരന്മാർ പലരും ഈ പ്രണയത്തെ ആസ്പദമാക്കി പല കവിതകളും രചിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് മതത്തിനും ജാതിക്കും അപ്പുറമായിരുന്നു. മതം മാറണമെന്ന് അവർ പറയത്തില്ല. അത് അവരുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടിത്തറയിൽ അവർ വിവാഹം കഴിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. ഇന്നും അങ്ങനെ ജീവിക്കുന്ന നിരവധി പേരുണ്ട്. ഇത് അതല്ല വിഷയം. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം മതം വളർത്തലാണ്. ഇതിനെക്കുറിച്ച് സഭാ നേതൃത്വ നിലയിൽപ്പെട്ടവർക്കും മറ്റുമൊക്കെ അവബോധം ഉണ്ടാകുന്ന കാലത്തെ ഇതിനൊരു പരിഹാരം വരത്തുള്ളൂ. ഇപ്പോഴിത് അനങ്ങാതിരിക്കുകയല്ലേ. ഇതിപ്പം ഈ വിഷയം വന്നിപ്പോ ഇന്ന് ന്യൂസ് 8 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. മറ്റ് ചാനലുകൾ, മുഖ്യധാരാ ചാനലുകളൊന്നും ഈ വിഷയം ചർച്ച ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് ഭയമാണ് ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ ഈ വിഷയം നന്നായി ചർച്ച ചെയ്യണം, ഇത് പുറത്തു കൊണ്ടുവരണം. ഇതൊരു വലിയ ഭീകര കാര്യമാണ്. ഇത്രയും പെൺകുട്ടികൾ പോയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു അനക്കവുമില്ലല്ലോ, യാതൊരു കുലുക്കവുമില്ലല്ലോ. ഇത്രയും ഈ രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ഈ കുട്ടികളെ ആരൊക്കെയെന്ന് അന്വേഷിക്കേണ്ട കടമയില്ലേ ഇവർക്ക്? അത് ഭീകരതയുണ്ട്. പെൺകുട്ടികൾ ഉള്ള ഭവനം മാതാപിതാക്കൾ ജാഗ്രത എന്നേ എനിക്ക് പറയാറുള്ളൂ. വളരെ യാഥാർത്ഥ്യമാണ്. ഒരുപാട് പെൺകുട്ടികളെ കാണാനില്ലാതാകുന്നുണ്ട്. നമ്മളിപ്പോ സിറിയയിൽ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും അങ്ങനെ കുറേ പെൺകുട്ടികൾ സിറിയയിലെത്തിയത് കൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത്. ഒരു പക്ഷേ ഒരു ബിന്ദു സമ്പത്ത് ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതും പുറത്തു വരുമായിരുന്നില്ല. ഇപ്പോൾ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി സിറിയയിൽ കണ്ടെത്തിയെന്നും അവിടെ കണ്ടെത്തി ഇവിടെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാണ് കുറച്ച് ദിവസം ഇവർ ഈ വാർത്ത പറയും, അത് കഴിഞ്ഞാൽ ഇവർ തന്നെ ഈ വാർത്തയുടെ പിന്നാലെ പോകാതെയാകും. കാരണം അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ഇപ്പം നമുക്കറിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യൻ ഇപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ഈ പെൺകുട്ടി ഒരു ദിവസം പച്ച പട്ടുപാവാടയും ബ്ലൗസും ഇട്ടിട്ട് ഓണത്തിനുണ്ടാക്കിയ പായസം കുഞ്ഞമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയതാണ്. 10 വർഷം ഈ പെൺകുട്ടിയെ കാണാനില്ല. സജിത എന്ന പെൺകുട്ടി ഈ കേരളത്തിലാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഏതോ ഒരു സാഹചര്യത്തിൽ കാണുന്നു. ഈ തൊട്ടടുത്ത വീട്ടിൽ ഒരു മുറിയിൽ 10 വർഷമായി പുറത്തിറങ്ങാതെ ഈ പെൺകുട്ടി ജീവിക്കുന്നു, എല്ലും തോലുമായിട്ട്. അവസാനം എന്താണ്? ആ പെൺകുട്ടിയെ 10 വർഷം അന്വേഷിച്ച് നടന്ന് നിരാശപ്പെട്ട് കരഞ്ഞ കണ്ണുകളുമായി മാതാപിതാക്കൾക്ക് പരാതിയില്ല, അവർക്കൊരു പരാതിയുമില്ല. ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനൊക്കെ സമാധാനം പറയാൻ ബാധ്യതപ്പെട്ടത് ഭരണാധികാരികൾ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആര് അവരോട് ചോദിക്കും എന്നതൊരു ചോദ്യമാണ്. ഞാൻ വേറെ ഒരു വിഷയം കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ കണ്ടിരുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു യുഗത്തിലാണ് ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരെന്ത് കാര്യവും, എൻ്റെ മോള് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്ക് ആദ്യം ChatGPT ചോദിക്കും, ഞാനൊന്ന് കുളിക്കണോ, ഞാനൊന്ന് ഈ ഭക്ഷണം കഴിക്കണോ? അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താനൂരിൽ നിന്ന് കുറച്ച് പെൺകുട്ടികളെ കാണാതായി. മുമ്പ് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ, 2025 മാർച്ചിൽ വന്ന വാർത്തയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികൾ യാത്ര ചെയ്ത മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് താനൂർ പോലീസ് സംഘം മുംബൈയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ഒരു സുരേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ, ഇവർ 2 പേരുമായിരുന്നു തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ബോംബെയിൽ എത്തുന്നത്. ഈ പെൺകുട്ടികൾക്ക് വലിയ തുക ചിലവഴിച്ച് ഹെയർ ട്രീറ്റ്മെൻറ്റ് നടത്തിയ സലൂണിലടക്കം പരിശോധന നടത്തുന്ന സംഘം സലൂൺ നടത്തിപ്പുകാരുടെയും അതുപോലെ മലയാളി കൂട്ടായ്മ പ്രവർത്തകരുടെയും ഒക്കെ മൊഴിയെടുക്കുന്നു. അങ്ങനെ 2 ദിവസം മുംബൈയിൽ തുടരുന്ന അന്വേഷണം. 2 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് അവരെത്തുന്നു. മുംബൈയിൽ നിന്ന് ശേഖരിച്ച മൊഴികൾ, അതിൻ്റെ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ റിമാൻഡിൽ അന്നുണ്ടായിരുന്ന അക്ബർ, റഹീം, ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. സ്കൂൾ അധികൃതർ, രക്ഷിതാക്കൾ, വിവിധ സംഘടനകൾ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലെ എല്ലാ സാധ്യതകളെയും പരിഗണിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് സംഘം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ പ്രതിയായിട്ടുള്ള അക്ബർ റഹീമിനെ ലൈംഗിക ക്ഷമത പരിശോധിക്കാൻ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി റിമാൻഡ് ചെയ്തു.
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിൻ്റെ പേരിൽ ഈ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് എടുത്തു. പൂനെയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഗരീബ് രഥ് എന്ന് പറയുന്ന എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ച ഈ പെൺകുട്ടികളെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ശിശു സൗഹൃദ കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തി വിടുന്നു. പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം രഹസ്യ മൊഴിയെടുക്കുമെന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി മൊഴിയെടുക്കുമെന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ വന്നത്. ഇതിനെ തുടർന്ന് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി. അങ്ങനെ പിന്നീട് CWCയുടെ നിയന്ത്രണത്തിലുള്ള കെയർ ഹോമിലേക്ക് അവരെ മാറ്റുന്നു. അങ്ങനെ താനൂർ സ്റ്റേഷനിലെ SI സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുട്ടികളെ പൂനെയിലെത്തി ഏറ്റുവാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ കുട്ടികളെ കാണാതാകുന്നത്. ഈ കുട്ടികളുമായിട്ട് വെറും 4 മാസം മുമ്പാണ് ഈ അക്ബർ എന്ന മുറിയൻ പരിചയപ്പെടുന്നത്. ഈ കുട്ടികളെ കാണാതാകുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഇവരെ 2 പേരെയും ഫോണിൽ ഇയാൾ വിളിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെയാണ് ഇയാൾക്ക് കുരുക്കാകുന്നത്. ഇയാളുടെ നമ്പർ നിരീക്ഷിക്കുന്നു. ഇയാൾ മുംബൈയിലുള്ള ട്രെയിനിലാണ് ഈ കുട്ടികളോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയത് ഇയാൾ തന്നെയാണ് എന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ മനസ്സിലാകുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടെത്താൻ പോലീസുമായിട്ട് ഇയാൾ സഹകരിക്കുന്നു. അങ്ങനെയാണ് കുട്ടികൾ വളരെ ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായി തന്നെ ഇവിടെ എത്തിയത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് 2 കുട്ടികളുടെയും രക്ഷിതാക്കളുടെ പരാതികളിൽ 2 കേസുകൾ എടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതാണ്, ദുർബലമായ വകുപ്പുകൾ. നിങ്ങൾ എവിടെയെങ്കിലും ഈ കേസിന്റെ അപ്ഡേഷൻ അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് കിട്ടില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇത് എന്ത് സംഭവിച്ചു? ഇയാൾ എവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത്? ഇതിനു മുമ്പ് ഇയാൾ എത്ര കുട്ടികളെ ഈ രൂപത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്? ഇതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. ലഹരിക്കടത്തുകൾ നിരന്തരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മലദ്വാർ ഗോൾഡുകൾ നിരന്തരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അടിത്തറ എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ വിഭാഗത്തിനോ സംഘങ്ങൾക്കോ അതല്ലെങ്കിൽ സിസ്റ്റത്തിനോ നമ്മുടെ നാട്ടിലെ നിയമത്തിനോ സാധിക്കാതെ പോകുന്നു. ഇപ്പോൾ ലവ് ജിഹാദിൽ കുടുങ്ങി ജീവിതം നഷ്ടപ്പെട്ട ഒരു 16-കാരിക്ക് HIV സ്ഥിരീകരിച്ചു. ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആ വാർത്ത, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞാനിങ്ങനെ വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. 9 മാസം മുമ്പാണ് ഷെയ്ഖ് എന്ന മുസ്ലിം യുവാവ്, നമ്മളിതൊക്കെ ഒന്ന് അടിവരയിടണം, ഇയാള് ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി റാം എന്നാണ് പേര് പറഞ്ഞത്. ബീഹാറിലുള്ള ഒരു 16-കാരി ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷമാണ് യുവാവിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ഖ് എന്നാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നു. 16-കാരിയാണ്. അങ്ങനെ ഒരു സ്പായിൽ ഈ പെൺകുട്ടിയെ ജോലിക്ക് വിടുന്നു. അടുത്തിടെ അപകടത്തിൽ പരിക്കേൽക്കുന്നു. അതിനെ തുടർന്ന് നടത്തിയ ഒരു രക്തപരിശോധനയിൽ ഈ പെൺകുട്ടിക്ക് HIV പോസിറ്റീവാണ് എന്ന് കണ്ടെത്തുന്നു. ഇതിനകത്തും അതുപോലെ തന്നെ പോലീസും ശിശുക്ഷേമ സമിതിയും വിപുലമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്ന് കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷവും ഭർത്താവ് തന്നെ സ്പാ സെന്ററിൽ തന്നെ നിർബന്ധിച്ചയച്ചു എന്ന് ഈ പെൺകുട്ടി മൊഴിയും നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ പൊതുവെ ഉള്ളൊരു പറച്ചിലുണ്ട്, അതങ്ങല്ലേ, അത് ഊപ്പിയിലല്ലേ, അത് ഹരിയാനയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഇവർക്ക് മറുപടികളില്ല, ഒന്നിനും ഇവർക്ക് മറുപടികളില്ല. അപ്പോൾ ഇങ്ങനെ എതിർ ശബ്ദങ്ങളില്ലാതെ വരുമ്പോഴാണ് ഇവർക്ക് വിഹരിക്കാൻ എളുപ്പമാകുന്നത്. ഇപ്പോൾ ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് പബ്ലിക്കായിട്ട് തന്നെയല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ ഉടനെ തന്നെ കേസെടുത്തു. PC ജോർജ് പറഞ്ഞാൽ PC ജോർജിനെതിരെ കേസ്, അദ്ദേഹത്തെ പിന്തുണച്ചാൽ കേസ്, പിന്നീട് നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. PC ജോർജിൻ്റെ നാവിന് പൂട്ടിട്ടാലൊന്നും ഈ ജിഹാദി വിഭാഗം രക്ഷപ്പെടില്ല. അപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞല്ലോ, ലവ് ജിഹാദ് എന്ന ആരോപണത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 400 അല്ല, 4000 ആളുകളുടെ കണക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അപ്പോൾ എത്രയാണ് ദിനേന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നിർബന്ധമായ മതപരിവർത്തനങ്ങളും അതല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് ഇതിനകത്തൊക്കെ അകപ്പെടുത്തി എത്ര പെൺകുട്ടികളെയാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്തും ബ്ലാക്ക് മെയിൽ ചെയ്തും തകർത്തുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ മാത്രം നിശബ്ദമാക്കിയാൽ
ഈ ലവ് ജിഹാദ് ഇല്ലാതാകത്തുമില്ല, ഇതാരും പറയാതിരിക്കത്തുമില്ല. ഇപ്പം നമ്മളെയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ 1000 ആളുകൾ ഇതേ രൂപത്തിൽ തന്നെ ഉയർന്നു വരും. അതുകൊണ്ട് ഇത് സാർവത്രികമായി നമ്മുടെ നാട്ടിൽ പതിവായി നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു അത്ഭുതവും തോന്നുന്നില്ല. ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഒരു പെൺകുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുമായിട്ട് ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചതാണ്. ഞാൻ ലൈവിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത്, ആ കുട്ടിയോടും ആ കുട്ടിയുടെ അമ്മയോടുമൊക്കെ നടന്നത് എന്താണ് എന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കൊച്ചിന്ന് ജീവിച്ചിരിക്കുന്നത് എന്തോ അതിൻ്റെ ഒരു അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും നോ എന്ന് പറയാൻ പല സന്ദർഭങ്ങളിലും ഈ കുട്ടിക്ക് കഴിഞ്ഞതുകൊണ്ടും മാത്രമാണ്. അതല്ലെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. കുട്ടിയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഞാൻ എന്നിട്ട് എടുത്തെടുത്ത് ചോദിച്ചു, മോളെ നിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. നിൻ്റെ എന്തെങ്കിലും സ്വർണം അവൻ ചോദിച്ച് വാങ്ങിയെടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പണം നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിന്നെ നാളെ ഭാവിയിൽ ബാധിക്കാവുന്ന ഏതെങ്കിലും രൂപത്തിൽ ഒരു തുറുപ്പ് ചീട്ട് അവൻ്റെ കയ്യിലുണ്ടോ? നീ അവനെ പേടിക്കുന്നുണ്ട്. അപ്പം കുട്ടി പറഞ്ഞത്, എന്നെ അവൻ ചിലപ്പോൾ കൊല്ലും. ശക്തമായിട്ടുള്ള ഭീഷണികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇനിയും ഒരാളിങ്ങനെ അകപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ സംസാരിച്ചേ പറ്റൂ. ഒരു 16-കാരിയുടെ മുമ്പിൽ നമ്മളൊക്കെ തല കുമ്പിട്ട് നിൽക്കണം, നാണിച്ച് നിൽക്കണം, ശബ്ദമുയർത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ. കാരണം നമ്മളിതൊക്കെ പറയുമ്പോൾ, അയ്യോ നിങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണിത് പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മേലധ്യക്ഷന്മാരെയും മതപുരോഹിതന്മാരെയും നമ്മൾ കാണുന്നു. നമ്മളെ പോലെയുള്ളവർക്കു മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ രൂപത്തിൽ ഇടപെടാൻ പറ്റൂ. അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താ നിങ്ങളത് പറയുന്നത് എന്ന് ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ല. നമുക്ക് കഴിയണം. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഇരകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ എൻകറേജ് ചെയ്ത് ഇനിയും ഒരാളെ വീഴ്ത്താതിരിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോധവൽക്കരണം നടത്താനെങ്കിലും നമുക്ക് കഴിയണം. ഞെട്ടണ്ട, ഒന്ന് അനങ്ങിയാലെങ്കിലും മതി. ഓക്കെ ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ഇപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഈ പിന്നെ പൊന്നാനിയിലെ ടീച്ചർ അറിയാലോ, ഒരു മതപഠന കേന്ദ്രമുണ്ട്, മൗനത്തുൾ മതപഠന കേന്ദ്രം. അവിടെ ഈ ശ്രുതി എന്ന് പറയുന്ന അധ്യാപിക മതം മാറാനായിട്ട് ചെന്ന ഒരു ചരിത്രമുണ്ട്. അവര് മതം മാറാനായിട്ട് പോകുന്നത്, അവര് വാസ്തവത്തിൽ ഈ മതം പിന്നെ നല്ലതാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപക വൃത്തിയിലേക്ക് വന്നതായി യുവതിയായ അധ്യാപിക, വലിയ പ്രായമില്ല, ചെറുപ്പക്കാരിയാണ്. അപ്പൊ അവർ പഠിച്ചതായ കോളേജിലും അധ്യാപക വൃത്തി ചെയ്യുന്നതായ ആ സ്കൂളിലും വെച്ച് ആ പുള്ളിക്കാരുടെ സുഹൃത്തുക്കൾ വഴി ഏതോ മഹാസംഭവമാണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഇസ്ലാമിൽ അങ്ങ് ആകർഷകരായി. ഉന്നതകുല ജാഥയാണ് ആ പെൺകുട്ടി. അപ്പം അങ്ങനെ മതം മാറാനായിട്ട് അവർ തീരുമാനിച്ചപ്പോൾ അവർക്ക് മതപഠനം നടത്തണമെന്ന് പറഞ്ഞു. അവർക്ക് അവർ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. അങ്ങനെയാണ് അവർ പൊന്നാനിയിൽ വരുന്നത്. പൊന്നാനിയിൽ വന്ന് ഈ മതപഠന കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാകുന്നത്. അവരെന്നിട്ട് അത് കുറിച്ചു വെച്ചിരിക്കുന്ന രസം കേട്ടോ, രസമൊന്നല്ല, അതൊന്നും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ആളുകൾ. അവർ പറയുന്നത്, അവർ തിരിച്ചു പോകുന്നവര് മതം വിട്ട് അവർ തിരിച്ചു പോകുന്നു. പറുതായിട്ട് മുഖമെല്ലാം മറിച്ചെടുക്കുന്ന ഫോട്ടോസുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരന്ന് പറഞ്ഞ ഇങ്ങനെയാണ്, മതം മാറാനായിട്ട് അവിടെ ഈ സ്തുതി എന്ന അധ്യാപനം ചെല്ലുമ്പോഴത്തേനും സ്ത്രീകൾ മാത്രം 65 പേര് ആ സ്ഥാപനത്തിൽ, ഈ പൊന്നാനിയിലെ മൗനത്തുൾ എന്ന് പറയുന്നതായ മതപഠന കേന്ദ്രത്തിലുണ്ട്. 65ഓളം സ്ത്രീകളുണ്ട്. അതിനകത്ത് അവർ പറയുന്ന വയോധികരുണ്ട്, നിറഗർഭിണികളായവരുണ്ട്, 16-17 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്, പിന്നെ 2 പെൺമക്കളുള്ള ഒരു ചേച്ചി അടക്കം 65 പേര്. മനസ്സിലായോ? അതിൽ മതത്തിൽ താല്പര്യപ്പെടുന്നവർ ഞാനും ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മാത്രം. ഇതാണ് ആ പുള്ളിക്കാരി പറയുന്നത്. മതത്തോട് താല്പര്യം ഉണ്ടായിരുന്നത് 2 പേരാണ്. ഇതറിയണം, പഠിച്ച് ഇതിനകത്ത് കയറണം എന്നുള്ള താല്പര്യത്തിൽ വന്ന ഈ ശ്രുതി എന്ന അധ്യാപികയും ബാംഗ്ലൂരിൽ വന്നതായ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മാത്രം. ബാക്കി പറഞ്ഞതായ 64 പേര് വന്നതായ വരവനെ കുറിച്ച് അവരതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്തൊരു ഭീകരമായ മതമാണ് ഇത്! എന്തിനാണ് ഇങ്ങനെ ഇതിനെല്ലാത്തിനോട് ഇങ്ങനെ ഈ വഞ്ചിച്ച് കബളിപ്പിച്ച് ഇങ്ങനെ മതം വളർത്തി എന്തിനു വേണ്ടിയാണ്? നീ ഇതങ്ങ് വളർന്ന് അങ്ങ് ഇന്ത്യ രാജ്യം മുഴുവൻ കൈയടക്കിയെന്ന് വിചാരിച്ചു. എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി? ഇത് വളർന്നതായ രാജ്യങ്ങളെ ഒന്ന് പരിശോധിക്കും. ഈ മുഹമ്മദീയരായ ആളുകൾ ഭൂരിപക്ഷമുള്ളതായ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടുത്തെയൊക്കെ സ്ഥിതി എന്താണ്? അയൽ രാജ്യം പാകിസ്ഥാനിലെ സ്ഥിതി എന്താണ്?
ബംഗ്ലാദേശിലെ സ്ഥിതി എന്താണ്? ഇതുകൾ മാത്രമേ ഉള്ളൂ. 100% ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ തന്നെ കബളിപ്പിച്ചും ഒക്കെ മതം മാറ്റി കൊടുക്കുന്ന 100% ആളുകളും മുഹമ്മദീയരായ ആളുകൾ മുസ്ലിങ്ങളാണ്. 5 നേര നിസ്കാരത്തിന്റെ മുഴക്കം കേൾക്കാം, എവിടെയും തലയെക്കെട്ടുകാർ, എവിടെയും മതപ്രബോധനം, എവിടെ അറബി കോളേജ്, എവിടെ ഇസ്ലാം അടിച്ചു വരുന്ന കാറ്റിൽ ഇസ്ലാമിന്റെ മണം. സൗകര്യം ഉണ്ടാകുമോ അവിടെ? ഇവന്മാർ തമ്മിൽ തല്ലിച്ചാകത്തില്ലേ? അപ്പം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ ക്രൂരത നിങ്ങൾ കാണിക്കുന്നത്? അപ്പൊ ഇവര് പറയുന്നത് എങ്ങനെയാണ്? മാനസികമായ നല്ല ആരോഗ്യത്തിലല്ലെന്ന് ഒരു അമ്മ പറയുകയുണ്ടായി, മതം മാറി ചെന്നാൽ നൗഷാദ് ബാക്കവി പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകം എഴുതിയിരിക്കുന്നതാണ്. പൊന്നാനിയിലെ കേന്ദ്രത്തിലെത്തി അവിടെ ഒരു സ്ത്രീ ഈ ശ്രുതി എന്ന അധ്യാപികയോട് പറയുകയാണ്, മതം മാറി ചെന്നാൽ നൗഷാദ് ബാക്കവി പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി മതം മാറിയ 2 തമിഴമ്മമാരെ ഞാൻ അവിടെ കണ്ടു. തിരുവനന്തപുരം വെഞ്ഞാറം മൂടുന്ന ഒരമ്മ തന്റെ 2 പെൺമക്കളുമായി മതം മാറാൻ വന്നിരിക്കുന്നു. അവരുടെ ഭർത്താവ് ഒരു മുസ്ലിമാണ്. പെൺകുട്ടികളെ 2 പേരെ നല്ല മുസ്ലിം തറവാട്ടിലെ പയ്യന്മാർ നിക്കാഹ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. മറ്റു പെൺകുട്ടികൾക്കെല്ലാം പ്രണയകഥയാണ് പറയാനുണ്ടായിരുന്നത്. പ്രണയിച്ച് ഉപയോഗിച്ചതിന് ശേഷം, ഇനി കഴിയണം, പ്രണയിച്ച് ഉപയോഗിച്ചതിന് ശേഷം കെട്ടണമെങ്കിൽ മതം മാറണമെന്ന് മുസ്ലിം കാമുകന്മാർ പറഞ്ഞത് പ്രകാരം മതം മാറാൻ വന്നവരായിരുന്നു അവർ. അതായത് ഇപ്പൊ കോതമംഗലത്തെ സോനയുടെ അനുഭവം കേട്ടോ. കോതമംഗലത്തെ സോനയ്ക്കുണ്ട അനുഭവം, ഈ കാപാലികൻ, ഈ കസ്മലൻ ആ കുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണമേ? കെട്ടണം തന്നെ മതം മാറണം. ഇത് തന്നെയാണ് പറയുന്നത്. ഉപയോഗിച്ചതിന് ശേഷം കെട്ടണമെങ്കിൽ മതം മാറണമെന്ന് മുസ്ലിം കാമുകന്മാർ പറഞ്ഞ പ്രകാരം മതം മാറി വന്നവർ. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ കഥകളുണ്ട്. ചിലർ ചതിക്കപ്പെട്ടവർ, തിരിച്ചറിയാൻ വൈകിയവർ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവർ പറയുന്നു. അപ്പൊ ഇത് ഉളി അജണ്ട, അതായത് ഇവരുടെ മതം വളർത്തുന്നതിന്റെ ഒരു അജണ്ടയാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ ഈ റമീസ് എന്ന് പറയുന്ന കൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവന് ഈ പാനായിക്കുളത്തേക്ക് സിമിയുടെ പഴയ കേന്ദ്രത്തിലേക്ക് ഈ പെണ്ണിനെ കൊണ്ട് പോകത്തില്ല. ഇവന് ചെറിയ പയ്യനല്ലേ ഇവന്. ഈ പറയത്തക്ക ചില പിന്നെ മാഫിയ സംഘത്തിനകത്തൊക്കെ പെട്ടിട്ടുണ്ട്. പല കേസുകൾ പ്രതിയാണെങ്കിൽ പോലും ഇവന് ഈ കുട്ടിയെ കൊണ്ട് ഈ പാനായിക്കുളത്തേക്ക് ആലുവയിലെ ഈ ഭീകര ക്യാമ്പിനകത്തേക്ക് പോയി അവിടെ വെച്ചാണ് ഈ കുട്ടി മർദ്ദനമൊക്കെ ഉണ്ടാകും. അപ്പൊ അവിടേക്കൊക്കെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ആശാന്മാരുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടാൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതൊന്നും ചലിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇവിടെ ഇപ്പൊ LDF വന്നാലും UDF വന്നാലും എല്ലാം കണക്കാണ്. ഇപ്പൊ തന്നെ UDF-നകത്തേക്ക് ഇതേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങള് അടുത്ത തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ഞങ്ങൾ അതിനകത്ത് കയറുമെന്ന് പറഞ്ഞിരിക്കുക. UDF-ന് ഒരു സതീശനും ഒരു പ്രശ്നമേ ഇല്ല. മുസ്ലിം വോട്ടറാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ലീഗ് പാർട്ടിയില്ലേ പോരാ. ജമാഅത്തെ ഇസ്ലാമിക ഭീകരവാദം, അതായത് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദീന് പൂർണ്ണമായെങ്കിൽ, രാജ്യം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിസ്കാരം പൂർത്തിയാകുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വീഡിയോ പുറത്തു വന്നു. ആ ജമാഅത്തിന്റെ ആളുകള്, ആ ജമാഅത്തിന്റെ പ്രവർത്തകരെല്ലാം ഇപ്പൊ UDF സപ്പോർട്ട് ചെയ്തിരിക്കുക. അവർക്ക് സീറ്റ് കൊടുക്കുക UDF. എന്തായിത്തീരും? ഇങ്ങനെ ഒരു സോനയുടെ ഏതെങ്കിലും ഒരു സോനമാരുടെ അനുഭവം വരുന്ന നാളുകളിൽ ഉണ്ടായാൽ ഈ ഗവൺമെന്റ് ഇടപെടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു രക്ഷയില്ല. ഈ വർഗീയത, ഈ ഭീകരവാദ സംഘടനകൾ പിടിമുറുക്കിയിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അവനവൻ രക്ഷപ്പെടാനായിട്ട് അവനവൻ പക്വതയും പരിജ്ഞാനത്തോടും പെരുമാറിക്കോണം. അവനവൻ നോക്കിക്കോണം. ബൈബിളിൽ ഒരു വാക്ക് ഓർക്കുകയാണ്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ തന്നെ സൂക്ഷിക്കേണ്ടത് ബൈബിൾ വചനം ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ടെങ്കിൽ ഒരു കുന്തത്തിനും കഴിയത്തില്ല. അവരിതൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ ഇന്ന് ചാനൽ ചർച്ച വന്നിരുന്നത് നമ്മുടെ അസ്കർ അലി, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്, സഹയാത്രികനാണ്. അദ്ദേഹം ഇങ്ങനെയൊന്നും ഇല്ലെന്നങ്ങ് വാദിക്കുക. ഈ പരിപാടികളൊന്നുമില്ല. ഇതൊക്കെ വെറുതെ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നാ പറയുന്നത്. ഇവർക്കൊക്കെ ഇതേ പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പ്രതികൾക്കും 4 കണ്ണ് വേണം ഈ കുട്ടികളോട് വീടിനോടും. മനസ്സിലായോ? ഇല്ല എങ്കിൽ ഇവിടെ ഒന്നും കാണത്തില്ല. 35,000-ന്റെ ഒരു കണക്കാൻ പറഞ്ഞില്ല. അതിന്റെ കൂടെ ഇനിയും വലിയ താമസമില്ലാതെ തന്നെ ഇതുപോലെയുള്ളതായ ശബ്ദങ്ങള് പുറത്ത് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത്ര എണ്ണം പോയി, ഇത്ര എണ്ണം ഇന്നടത്ത് പോയി എന്നുള്ളതായ ഭീകരമായ റിപ്പോർട്ട് പുറത്തു വരും. നമ്മളെ പോലെ, എന്നെ പോലുള്ള ഒരു കേൾക്കുമ്പോഴത്തേന് വളരെ വേദന ഉണ്ടാകും. മനപ്രയാസം. കോതമംഗലത്തെ സംഭവം കേട്ടപ്പോ വളരെ വേദന തോന്നി. മനസ്സിന് ഒരുപാട് പ്രയാസം. ആരോട് പറയും? ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആ കേരള സ്റ്റോറി പോലുള്ളതായ
ആ ചിത്രം ഈ പെങ്കൊച്ച് കാണുകയോ ഈ ക്ലബ് ഹൗസിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആ കുട്ടി കാണുകയോ ആ സഭാ നേതൃത്വം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതിനെ ബോധവൽക്കരിച്ച് ഈ ഭീകരതയിൽ നിന്ന് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നില്ലേ? ഇതുങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കാനാ? എന്ന് ഇതുങ്ങൾക്ക് തലേ കയറും? ഞാനതിനെ നിർത്തുക സഹോദരന്മാരെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആകാം. എനിക്ക് പോകാനായി. ഞാനൊരു കാര്യം പറയാം. ഇവിടെ വരുന്ന 2-3 മുസ്ലിം സുഹൃത്തുക്കള് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പം പറഞ്ഞ കാര്യം, ഒരു മെഹബൂബ് പറഞ്ഞു, എനിക്ക് 5 വയസ്സുള്ളൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇത് നബി ചോദിച്ചാൽ അവളെ ഞാൻ നബിക്ക് നിക്കാ ചെയ്ത് കൊടുത്തേനെ. അതേപോലെ ഒരു മിസ്റ്റർ അബ്ദുള്ള, അദ്ദേഹവും അതേ കാര്യം പറഞ്ഞു. അതായത് ഇത്രയൊക്കെ കാലമായിട്ടും ഇത്രയെല്ലാം മനസ്സിലാക്കിയിട്ടും ഇന്നും മുഹമ്മദിന് അടിമയായിട്ട് ആ അടിമ മനസ്സിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം നമ്മൾ ഇന്ന് കാണുന്നത്. ഇത്ര കാലമായിട്ടും അവർക്കതിന് ആ കൊച്ചു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഒരു അധമൻ പീഡിപ്പിക്കുന്നത് ചിന്തിച്ച് അതിലുള്ള ആ വേദനയില്ലാതെ ആ മതത്തിന്റെ ഭീകരത അയാൾക്ക് എന്ത് ചെയ്യാനും കൊടുക്കാൻ, നബിക്ക് ഉപയോഗിക്കാൻ കൊടുത്ത് കുഞ്ഞ് കഷ്ടപ്പെട്ടാൽ എന്ത്, നബിക്ക് എൻജോയ്മെന്റ് ആകും. ഈ ചിന്ത കൊണ്ട് നടക്കുന്നവർ തന്നെ ഇന്ന് ലോകമെമ്പാടും ഒമാനിലും യമനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്നും കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഹോമിക്കപ്പെടുകയാണ്. ഹോമിക്കപ്പെടുക എന്നല്ലാതെ എന്താണ് പറയട്ടെ? കൊച്ചു കുഞ്ഞുങ്ങളെ ഇന്നും ഈ അധമന്റെ ഈ ഒരു മതം കൊണ്ട് ഹോമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെ. വെരി സാഡ്. ഇത്ര പറഞ്ഞു. വല്ല കവിത വല്ലതും ഉണ്ടോ നമ്മുടെ ജാമിദ ടീച്ചറിനെ ഒന്ന് കേൾപ്പിക്കാൻ? വല്ലതും ഉണ്ടോ? ജാമിദ ടീച്ചർ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ജാമിദ ടീച്ചറെ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. യേശുദാസ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം ആലപിച്ച ആ കവിത ഒന്ന് ആലപിക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് ലൈവ് പോകുന്നതാണ്. ഓക്കെ. ലവ് ജിഹാദ് എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ്. എന്റെ ശബ്ദം കേൾക്കാമോ? ശരി, ഇവിടെ നെറ്റ്വർക്ക് കേൾക്കാം. ഓക്കെ. ലവ് ജിഹാദ് എന്നുള്ള പേരു കേൾക്കുമ്പോഴും രോമാഞ്ച കുഞ്ചുകരാകുന്ന കോയകൾ കോളേജിലും പിന്നെ സ്കൂളതു തന്നിലും തൊട്ടയൽ വക്കത്തും പ്രേമത്തിൻ യുദ്ധമോ. ഫണ്ടുകൾ വാങ്ങിയിട്ടോടി നടന്നങ്ങ് ചതിയതിൽ വലയത് നെയ്തു തുടങ്ങിയും ചുറ്റുമങ്ങോടി നടന്നിട്ടു ക്രൈസ്തവ ഹൈന്ദവ പെൺകൊടിമാരെ മയക്കിയും കോയയാം പയ്യന്റെ ബൈക്കിന്റെ പിന്നിലായി കയറിയിട്ടാകവേ ചുറ്റിക്കറങ്ങിയും ഓമന പോലെ വളർത്തിയ മാതാപിതാക്കളെ പാടെ മറന്നിട്ടങ്ങോടി നടന്നതും ക്ലാസ്സിൽ കയറാതെ കാമുകനൊപ്പമായി ക്ലബുകൾ നിത്യവും കയറിയിറങ്ങിയും കാത്തു സൂക്ഷിച്ചതാം പെണ്ണിന്റെ മാനവും കഴുകനെ പോലവെ കൊത്തിപ്പറിച്ചതും കാണാതൊളിച്ച ക്യാമറ കണ്ണുകൾ കാര്യമായി വീക്ഷിച്ചു ചിത്രം രചിച്ചതും കാണാതെ പോയവൾ കാര്യം ഗ്രഹിക്കാതെ കാണുന്ന സ്വപ്നങ്ങൾ വീണുടയുന്നതും കാമത്തിൻ കണ്ണുകൾ കൊത്തി വലിച്ചതാം കാമപൂർത്തിക്കായി കണ്ണേന്നു ചൊന്നതും കാര്യം കഴിഞ്ഞിട്ട് ക്യാമറ ഒപ്പിയ
കാഴ്ചകൾ കാട്ടി വിരട്ടുന്നതും സ്ഥിരം. ഒറ്റയാം സംഭവം എന്നു പറഞ്ഞങ്ങ് ഒറ്റപ്പെടുത്തിയോർ കാണാതെ പോയതും, ഒറ്റുകാരാം ചിലർ ഒട്ടും കനിയാതെ ഓടി അകന്നതും എന്തോരു വിസ്മയം. സ്വപ്നങ്ങൾ നെയ്തങ്ങു കൂട്ടിയ പെണ്ണിനെ സ്വർഗത്തിൻ വാഗ്ദാനമേകുന്ന കോയകൾ, തീവ്രവാദത്തിന്റെ കാവലാളാകുവാൻ തള്ളിവിടുന്നതും എത്രയോ ദുഃഖമേ. എത്രയോ തരുണീമണികളാം കുട്ടികൾ സ്വന്തമായി ജീവൻ ഒടുക്കുന്ന കാഴ്ചകൾ കണ്ടു ഞാൻ ഞെട്ടിത്തരിച്ചങ്ങു നിൽക്കവേ. മാറത്തടിച്ചു കരയും കുടുംബവും. നൊസുപെരുത്തതാം ഒരു കാമഭ്രാന്തന്റെ മൊഴികളും ചെയ്തികളും കണ്ട കോയകൾ, 72 ഹൂറിമാരെ കിട്ടുവാൻ ഒപ്പമായി മദ്യത്തിൽ നീന്തി കുളിച്ചിടാൻ. കേട്ടോരാ വാർത്തയിൽ ഞെട്ടിത്തരിച്ചു ഞാൻ, ഒട്ടൊരു ചിന്തയാൽ ദുഃഖിച്ചിരിക്കവേ. കോയകൾ മോദമായി ചൊല്ലുന്ന കേൾക്കണോ, ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു ജീവിതം. കയറിന്റെ തുമ്പിലും കുപ്പിവിഷത്തിലും കാറുകൾ ബൈക്കുകൾ തന്നപായത്തിലും കത്തി അമരുന്നു തീ അതിനുള്ളിലും. കണ്ണു തുറക്കുമോ എന്റെ കുഞ്ഞുങ്ങളെ? 10 വർഷങ്ങൾക്കു മുൻപിലായി പെൺകൊടി പച്ചയാം വസ്ത്രം അണിഞ്ഞങ്ങിറങ്ങിയേ. പായസം കോരിയെടുത്തോരു പാത്രവും പക്കത്തെ വീട്ടിൽ കൊടുക്കാനിറങ്ങിയേ. 10 വർഷങ്ങൾക്കു പിന്നിലും പെൺകുട്ടി പമ്മിയിരിപ്പതിൻ കാരണം എന്തഹോ. യുപിയും ബീഹാറും കർണാടകത്തിലും കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്തിലും കേൾക്കണോ പെൺകൊടിമാർ തൻ തിരോധാനം. വേശ്യകളായി തീർന്ന ദുഃഖ സത്യങ്ങളും പൊന്നാനി തന്നിലായി കണ്ടൊരു കൊടിമാരും മറ്റമ്മമാരും ചേർന്നു 10 പണത്തിനും കെട്ടിച്ചയക്കാനും പീഡന ശേഷം മതം മാറാൻ വന്നഹോ. 10 പണത്തിനും കെട്ടിച്ചയക്കാനും പീഡനശേഷം മതം മാറാൻ. താങ്ക് യു. ഒരുപാട് ചരിത്ര സത്യങ്ങളും കേരളത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളും ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇത് എഴുതാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രതിഷേധം, തങ്ങളുടെ അഭിപ്രായം, തൻ്റെ അറിവ് ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ കാണിച്ച, എഴുതാൻ അതൊന്ന് അങ്ങനെ ആ രൂപത്തിലെങ്കിലും ഒരു പ്രതിഷേധിക്കാൻ കാണിച്ച ഒരു ശ്രമത്തിന് വളരെ 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 സന്തോഷം. ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ കവിത കേട്ട് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, പാസ്റ്റർ ഒത്തിരി നന്ദി കേട്ടോ. പാസ്റ്റർ എനിക്ക് തോന്നുന്നു ഇന്ന് പാസ്റ്റർ 2-3 പേരുടെ കൂട്ടിച്ചേർന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ജാമിദ ടീച്ചർ പറഞ്ഞ പോയിന്റുകൾ കൂട്ടിച്ചേർത്തു അതിനകത്ത്. അതെ അതെ അതെ, കഴിഞ്ഞ ദിവസം പാടി അതിനകത്ത് ഇല്ലായിരുന്നത്. ടീച്ചർ ഒരു പായസം കൊടുക്കാൻ പോയപ്പോ പറഞ്ഞ കഥ ഒത്തിരി സമയം കിട്ടിയില്ല എങ്കിലും ജാമിദ ടീച്ചർ അവസാനം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ നമ്മളെ സാമുദായിക നേതാക്കന്മാരുടെ അലംഭാവം ഇതിനൊരു ഒരു പരിധിവരെ കാര്യമാണ്. അവരുടെ ഉള്ളിലുള്ള ഭയവും അവരുടെ അലംഭാവവും
ഒരു പരിധിവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള പക്ഷക്കാരനായ ആ ജെ ബ്രദറെ ഞാൻ പറഞ്ഞ് കേട്ടായിരുന്നു. അത് ജാമിദ ടീച്ചർ അവസാനം പറഞ്ഞ, ഞാൻ അവസാനമാണ് വന്നത്, ഞാൻ ലേറ്റ് ആയിട്ട് കയറിയത്. വന്നപ്പോ അവസാന ഭാഗങ്ങളായിരുന്നു. അപ്പൊ ആ പായസം കൊടുക്കാൻ പോയ കഥയും പിന്നെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ പൊന്നാനിലെ കഥയും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് അതിനകത്തൊന്ന് കയറ്റി, അത്രയേ ഉള്ളൂ. അതെ ഇന്നത്തെ അഡീഷൻ ആയിരുന്നു. എന്തായാലും വളരെ നന്നായിരിക്കുന്ന യേശുദാസ് പാസ്റ്ററെ, വളരെ നന്നായിരിക്കുന്നു. താങ്കളുടെ ഈ കഴിവ് അത് പ്രശംസനീയമാണ്. കേട്ടോ. ഒരു നിമിഷം കൊണ്ട് ഇപ്പം ടീച്ചർ പറഞ്ഞു കേട്ടോ, 50,000 പേര് കേട്ടു. നാട് ഉണരട്ടെ. ഈ നരാധമന്മാരുടെ പരിപാടികളെ എത്ര കണ്ടാലും പഠിക്കാത്ത നമ്മുടെ പെൺകുട്ടികളെ വിവേകരഹിതമായ പെരുമാറ്റം കൊണ്ട് ജീവിതം തൊലച്ചു കളയുന്ന പാവങ്ങള് ടീച്ചറെ, ഈ ഖുറാൻ ഇറക്കുമതി ചെയ്തതിന് എന്തെങ്കിലും വല്ല തെളിവ് വല്ലതും ഉണ്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വിശ്വസിക്കുന്നതെന്ന് അറിയാനാണ്. ഇതിന് മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അയ്യോ, അതിന് വന്ന ഭീഷണി കുറച്ചൊന്നുമല്ല. ഒരു 19ഓളം ഖുർആനുകളുടെ പേരുകൾ എഴുതിയിട്ടിട്ട് ഇതിൽ ശരിക്കും ഏതാണ് ശരിയായ ഖുർആൻ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പോട്ടെ, നമുക്ക് ലവ് ജിഹാദാണല്ലോ നമ്മുടെ വിഷയത്തിനകത്ത് നിന്ന് തന്നെ സംസാരിക്കാം. കാരണം ശ്രോതാക്കൾക്ക് നിരാശ ഉണ്ടാവരുതല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടതിൽ നിന്നു മാത്രം ഒരു കവിതാ രൂപത്തിൽ 2 വരി കൂടി എഴുതി അത് ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടി യേശുദാസ് പാസ്റ്ററെ പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഇതിനേക്കാൾ നല്ല രൂപത്തിൽ ബോധവൽക്കരണം നടത്താൻ പറ്റില്ല? ഇപ്പോൾ ഒരു കവിത, ശരി, കവിത വൈറലാകും, നമുക്ക് നല്ല രൂപത്തിൽ ഇത് അഡ്രസ്സ് ചെയ്ത് വിടാം. അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തോട് നമുക്ക് ഒരുപാട് മൊറാലിറ്റീസ് ഉണ്ട്. നമ്മൾ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മൾ എവിടെയും അഡ്രസ്സ് ചെയ്യണം. കൊട്ടാരക്കരയിൽ കൊല്ലപ്പെടാതെ ഒരു പെൺകുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് നമ്മളോട് വന്ന് കരഞ്ഞ് അനുഭവപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാൻ കൊട്ടാരക്കരയിൽ ചെന്ന് ആ കുട്ടിയെ കണ്ട് നേരിട്ട് തന്നെ സംസാരിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്ത് ഒരുപാട് രേഖകൾ അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ എടുക്കുമായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവന്മാർ കത്തി തേച്ചിട്ട് പിന്നാലെയുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. എങ്ങും പോകാൻ പറ്റില്ല. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു രീതിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ചിട്ടാണ് മതം മാറ്റാൻ ശ്രമിച്ചത്. 16-കാരി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഒരാൾ സാമ്പത്തികമായി അതല്ലെങ്കിൽ ശാരീരികമായി സാമൂഹികമായി പറ്റിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അയാൾ മിടുക്കനാണ് എന്നല്ല. ഇതിനകത്ത് നമ്മുടെ ഒരു കഴിവ് കേടുകൂടിയുണ്ട്. ഈ പെൺകുട്ടിക്ക് കഴിവുള്ളത് കൊണ്ടാണ് അത് ഫാനിൽ തൂങ്ങി ആടാതിരുന്നത്, ഒരു അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടാതിരുന്നത്, അതല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കാതിരുന്നത്, അതല്ലെങ്കിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അത് കാണാതാകാതിരുന്നത്. ഈ പെൺകുട്ടിയോട് ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിക്കണം, എന്നിട്ട് പൊന്നാനിയിൽ പോകണം. എന്തിനാ പൊന്നാനിയിൽ പോകുന്നത്? ക്രിസരി ഛേദിക്കാൻ. ആ പെൺകുട്ടിയോട് പറയാം. എന്നിട്ട് സത്യസരണിയിൽ പോകണം. എന്തിന്? മതത്തെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ഇത് അങ്ങനെ എങ്ങാനും ക്രിസരി ഛേദിക്കുന്ന സമയത്ത്, കാരണം പെണ്ണിനും ചേലാകർമ്മം ഉണ്ട് എന്നാണല്ലോ നവാസ് മന്നാനിയെ പോലെയുള്ള പുരോഹിതന്മാർ കേരളത്തിൽ നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ അമിത രക്തസ്രാവം വന്ന് ഈ പെൺകുട്ടി മരിച്ചാൽ ആ പെൺകുട്ടി ആരായി? രക്തസാക്ഷിയായി, സ്വർഗത്തിലെത്തി. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താ? പെൺകുട്ടികളെ കൊല്ലുക എന്നത് തന്നെയാണ്. ഈ റമീസ് എന്ന് പറയുന്ന പയ്യനോട് ആ പെൺകുട്ടി സോന എൽദോസ് കരഞ്ഞു പറയുന്നു, നമുക്കൊരുമിച്ച് ജീവിക്കാം. എന്നിട്ട് ആ പെൺകുട്ടി മതം മാറണോ? മാറിക്കോളാനെന്നാണ് തയ്യാറായത്. ആ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു, 3 മാസമായിട്ടേ ഉള്ളൂ പിതാവ് മരിച്ചിട്ട്, മതം മാറണമെങ്കിൽ മാറിക്കോ, ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിച്ചോ, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും സാധിക്കാതെ അതൊക്കെ ആ കൊച്ച് റെഡിയായി. അപ്പോഴാണ് ഈ പയ്യൻ അനാശാസ്യത്തിന്, ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെടുന്നത്. 1 മിനിറ്റ്, നമ്മുടെ വീട്ടിലാരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വേഗം വരാം. 1 മിനിറ്റ് തുറന്നോ? ആ
അപ്പോൾ ഈ പയ്യൻ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ സോന എൽദോസ് പറയുന്നത് ഇനി ഞാൻ മതം മാറുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടി പിന്നെയും പിന്നെയും പറയുകയാണ് എൻ്റെ വീട്ടിൽ തന്നെ പോയിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ മരിക്കാൻ പോകുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ നീ അങ്ങ് മരിച്ചോ? അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായില്ലേ? കൊട്ടാരക്കരയിലെ പെൺകുട്ടിയോട് മറ്റേ പയ്യൻ ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് പറഞ്ഞത് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ, 16-കാരിയാണ്, ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ പേരെഴുതി വെച്ചിട്ട് പാറപ്പുറത്ത് നിന്ന് ചാടി മരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കൊലയാണ് ലക്ഷ്യം, അവരെ പ്രതികളാക്കലാണ് ലക്ഷ്യം. നിരന്തരം ഈ കൊട്ടാരക്കരയിലെ പെൺകുട്ടിയെ ഈ പയ്യൻ ഭീഷണിപ്പെടുത്തുന്നു. ഈ 16-കാരി എന്തൊക്കെയോ ഡിഫക്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഭീതിയോടെ ജീവിക്കുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, മനസ്സമാധാനത്തോടു കൂടി അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അതിന് വീട്ടുകാരുമായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല, വീട്ടുകാരോട് അതിന് വെറുപ്പായി. അങ്ങനെ പിന്നീടാണ് ഈ കൊച്ചിന് മനസ്സിലായത് ഇതൊരു ട്രാപ്പാണോ, ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ അവൻ എൻ്റെ പേരെഴുതി വെച്ചിട്ട് ചാവുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അമ്മയോടെല്ലാം പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കൈപ്പടയാൽ നടന്ന എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഈ പെൺകുട്ടി ഒരു ജോബി എന്ന വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. അതായത് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനി ഇതിനകത്ത് വില്ലനായിട്ടുണ്ട്. എറണാകുളത്ത് ജോബിച്ചായൻ്റെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അയാളുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇതൊരു മണി ചെയിൻ പോലെ ഒരു ബൈനറി പ്ലാനാണ്. ഈ മതത്തിലേക്ക് ഒരാളായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ടത് മറ്റുള്ളവരാണ്. അപ്പം അങ്ങനെ ഈ പെൺകുട്ടി ഈ പയ്യനെതിരെ തനിക്കറിയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു രേഖാമൂലം ഒരു പരാതിയായിട്ട് എഴുതിയിട്ടാണ് കൊട്ടാരക്കര പൂയപ്പള്ളി പോലീസിൽ ഒരു പരാതി നൽകുന്നത്. +2 വിദ്യാർത്ഥിനിയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വീഴ്ത്തുന്നത്. ആദ്യമൊക്കെ ഈ പെൺകുട്ടി ഒരു റിലേഷൻസിന് തയ്യാറായിരുന്നില്ല, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം ഫ്രണ്ട്സായി തുടരാമെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഞാൻ പിന്നെ പ്രണയക്കെണിയിൽ അകപ്പെട്ടത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നിട്ട് അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് മതം മാറണം എന്ന് സമ്മർദ്ദം ചെലുത്തുന്നു. ഇതൊക്കെ വലിയ രൂപത്തിൽ ഒരു ക്ലസ്റ്റർ കിട്ടുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് കിട്ടുന്ന പയ്യന്മാരാണിത്. എന്നിട്ട് പൊന്നാനിയിലെ സത്യസരണിയിൽ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും, അതിന് വരണം, നീ മതം മാറിയാൽ എനിക്കൊരു വലിയ തുക കിട്ടും, ആ പണം കൊണ്ട് എനിക്ക് വീട് വെക്കണം, +2 പഠിക്കുന്ന സഹോദരിയെ വിവാഹം കഴിച്ചയക്കണം. ഇതൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞത്. അപ്പം ഇതിനെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നൗഷാദ് ബാക്കവിയുടെ കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പിന്നീട് ഈ പെൺകുട്ടി വരുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് ഭീഷണി സ്വരമായി മാറുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി 3 തവണയാണ് ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഈ പെൺകുട്ടി മരിച്ചാലും ഇവന് ഭയമില്ല, കാരണം ഇവനെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ട് പുറത്ത്. ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങുന്നു, പിന്നീട് അതൊരു റിലേഷനിലേക്ക് പോകുന്നു. ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് ഭർത്താക്കന്മാർ ഭാര്യമാരെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ തുടങ്ങി ഇവരുടെ കാര്യങ്ങളിൽ. പൊന്നാനിയിൽ പോയേ പറ്റുള്ളൂ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറണം, തട്ടമിടണം, ഫുൾ സ്ലീവ് ഇടണം, ശരീരം മറയ്ക്കണം, ഷാൾ ഇട്ടേ പറ്റൂ, പൊട്ട് തുടരുത്, അമ്മാവനോട് പോലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെ ഈ പെൺകുട്ടിയെ അമ്പലത്തിൽ പോക്ക് തടയുന്നു, വീട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തടയുന്നു. പൊട്ടുവെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ഇവൻ പൂര തെറി പറയുന്നു. അങ്ങനെ തെറി പറഞ്ഞ് ഈ പെൺകുട്ടി പറയുന്നു, വാട്സപ്പിലാണെങ്കിലും നേരിട്ടാണെങ്കിലും എന്ത് തെറി പറയാനും ഒരു മടിയുമില്ലാത്ത ഒരു പയ്യൻ. അങ്ങനെ ആ ഫോട്ടോ ഈ പെൺകുട്ടിയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു, പൊട്ടു തൊട്ടിട്ടു എന്നതിൻ്റെ പേരിൽ. പെൺകുട്ടി പേടിച്ച് ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ, 16-കാരിയല്ലേ, അതിൽ നിന്ന് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. എന്നിരുന്നാലും ഒരു 25ൻ്റെ പക്വത ആ പെൺകുട്ടി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസമായി ഞാൻ അനുഭവിക്കുന്ന ഭീഷണിയും ഭയവും എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചത് തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി നമ്മളോട് തുറന്നു പറയുന്നു. കൈയുടെ ഞരമ്പ് മുറിക്കുന്നു, ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പെൺകുട്ടി അത് ചെയ്തത് എന്ന് മാത്രമാണ് അമ്മ ചിന്തിക്കുന്നത്. ആലപ്പുഴയിലെ ജോബിയോ, അങ്ങനെ ആ പേരാണ് എൻ്റെ ഓർമ്മ, അയാൾ പിന്നിലുണ്ട് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. സോ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇവർ ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ, മാധ്യമങ്ങളിൽ. എന്നിട്ട് ഈ വിഷയം ആരും അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മളെല്ലാവരും സോന എൽദോസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട
ഈ കാപാലികന്റെ കയ്യിൽ അകപ്പെട്ടിട്ട് എന്താണ് ഇവര് എന്ന് ലോകത്തോട് പറയാൻ പാകമായ രൂപത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുകളിൽ നമുക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ വിഷയവും കൂടി നമ്മൾ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മക്കളെ ആയിരുന്നാലും നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്കിതും കൂടി ഒന്ന് സാന്ദർഭികമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്നാൽ പിന്നെ ഞാനങ്ങ് പോയേക്കാം. നിങ്ങൾ ചർച്ച തുടർന്നോളൂ. നമുക്കിനിയും വീണ്ടും കാണാം. ഇവരൊന്നും പറയാത്തതാണോ, ഞാനൊന്നും കേൾക്കാം. നോട്ട്സ് ആരും ഇല്ലേ? നോട്ട്സ്. ഓക്കെ ടീച്ചർ, താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് Okay, thank you. താങ്ക് യു teacher. താങ്ക് യു ജാനകി ടീച്ചറെ. ഇതുപോലെ ഇടയ്ക്കൊക്കെ വരിക. കാരണം ഞങ്ങൾക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ താങ്കളുടെ ചാനലിൽ കൂടെ മറ്റുള്ളവരെ അറിയിക്കാനും പറ്റും. വന്നത് വളരെ നന്ദി. ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴേക്ക് വിഷയം വെച്ചിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും വരാം. നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം നമ്മുടെ ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായിരുന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കണ്ടതിലും വളരെ സന്തോഷം. ഇതിൽ പല ആളുകളും നമ്മുടെ പൂർവ്വ സുഹൃത്തുക്കളാണ്, അച്ഛൻ കുഞ്ഞ് സാർ അടക്കം. അപ്പോൾ യേശുദാസ് പാസ്റ്ററൊന്നും എനിക്ക് വലിയ പരിചയമില്ല. എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ക്ലബ് ഹൗസിൽ വരുന്നത്. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ പോകുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി, ഒരു ശുഭ ദിനം നേരുന്നു. നന്ദി. നമ്മളിതുവരെ ക്ലബ് ഹൗസിലാണ് ചർച്ചയ്ക്കുണ്ടായിരുന്നത്. ക്ലബ് ഹൗസാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുത്ത ഒരു പ്ലാറ്റ്ഫോം. നിങ്ങൾ നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, നീ ചത്താൽ എവിടെ പോകുമെന്നാണ് ചോദ്യം. എന്താ, ഇവരാരും ചാവത്തില്ലേ? ഇന്നലെ വന്ന ഭീഷണി കോളുകൾ എനിക്കിതൊന്നും എടുത്ത് കാണിച്ചിട്ട് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോളുകൾ കാണിക്കാനാണെങ്കിൽ എമ്പാടുമുണ്ട് ദിനേന വരുന്നത്. നല്ല ക്ലബ് ഹൗസ് ലൈവായിട്ട് നടന്ന ചർച്ചയാണ്. ഒരു പോയമൊക്കെ കേട്ടിട്ടില്ലേ, ലവ് ജിഹാദിനെ കുറിച്ചിട്ട് ലൈവായിരുന്നു. ഞാനിപ്പം ഇറങ്ങി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റിന് വേണ്ടിയിട്ട് കയറിയത്. എന്നെ ഗസ്റ്റായിട്ട് അവർ വിളിച്ചതാണ്. അപ്പോൾ ലവ് ജിഹാദിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ട് 1-2 പോയിന്റുകൾ കൂടി സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. പിന്നീട് ഞാനത് പറഞ്ഞു ഇറങ്ങി. അപ്പോൾ പ്രവാചകൻ മരിച്ച് 3 ദിവസം മയ്യത്ത് കിടന്ന് ഈച്ചയരിച്ചതുപോലെ എന്തായിരുന്നാലും ഞാൻ ചത്തവിടെ കിടന്ന് ഈച്ചയരിക്കില്ല. പിന്നെ ഇന്ന് ശവം ചീഞ്ഞ് നാറാതിരിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങൾ ഇന്നുണ്ടെന്നേ. അതുകൊണ്ട് ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ പുഴുത്ത് ചാവും, റോഡിൽ കിടന്ന് പുഴുവരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണമെന്നില്ല. ഓക്കെ സുധി, നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷനാവുകയും വേണ്ട. എൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് എനിക്കില്ലാത്ത ആകുലതകൾ എന്തിനാ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളൊക്കെ ചത്തിട്ട് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഞാനും പോവുക. പിന്നെ ഞാനൊരു ഉപകാരം ചെയ്യും. പോസ്റ്റ്മോർട്ടം അല്ലെ, കുട്ടികൾ പഠിച്ചോട്ടെ. നമ്മൾ ചത്തു കഴിഞ്ഞാൽ ആ ബോഡി എങ്ങോട്ടാണ് പോകുന്നത്? പിന്നീട് ഒരിക്കൽ സൃഷ്ടിച്ച് ചീഞ്ഞു പോയ ബോഡിയെ ഒരിക്കൽ കൂടി ജീവനിട്ട് സൃഷ്ടിക്കാൻ പടച്ചോന് പറ്റുമല്ലോ. അങ്ങനെ ഒരിക്കൽ കൂടി ജീവൻ ഇട്ടിട്ട് വേണമെങ്കിൽ പടച്ചോൻ നമ്മളെ ശിക്ഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ്റെ ഒരു അവസ്ഥ നമുക്ക് വരത്തില്ല എന്നൊരു സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് ഈ ലവ് ജിഹാദിൻ്റെ അപകട ഫലങ്ങളെക്കുറിച്ചിട്ടാണല്ലോ, ദൂഷ്യഫലങ്ങളെക്കുറിച്ച്. ഇവന്മാർ ചെറിയ പെൺകുട്ടികളെ വലവീശി പിടിക്കുവാണ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ. ഇപ്പോൾ ആഗ്രയിലെ
ഒരു മതപരിവർത്തന കേസുകൾ, അതിനകത്ത് ഭൂരിഭാഗം കുറ്റവാളികളെയും UP പോലീസ് പിടികൂടുന്നു. ഈ സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ. ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിന്ന് ആഗ്ര പോലീസാണ് അയാളെ പിടികൂടുന്നത്. ഇയാൾ ഒരു സാധാരണപ്പെട്ട ആളൊന്നും അല്ല കേട്ടോ. ഇയാളുടെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ, CD-കൾ, ലഘുലേഖകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവനാണ് ആൾ. അപ്പം ഇതിനകത്ത് 1 2 ആളുകളല്ല, ഇവരെ നല്ല രൂപത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവർക്ക് പണം കൊടുത്ത്, ബൈക്ക് കൊടുത്ത്, താമസ സൗകര്യം കൊടുത്ത്, മാസപ്പടി, വലിയ വലിയ വാഗ്ദാനങ്ങളുണ്ട് ഇവർക്ക്. നേരത്തെ തന്നെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിലെ 11 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്ര പോലീസ് ഡൽഹിയിലെ മുസ്തഫാബാദിലെത്തുന്നു. എന്നിട്ട് ഈ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാന പ്രതിയായിട്ടുള്ള അബ്ദുറഹ്മാനെ പിടികൂടുന്നു. പോലീസ് ഇയാളെ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുപോയിട്ട് ഇയാളെ നിരന്തരം ചോദ്യം ചെയ്തു. നേരത്തെ മതപരിവർത്തന സംഘത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ഒരു കലീം സിദ്ദീഖി എന്ന് പറയുന്ന വ്യക്തി ജയിലിലായി. അത് കഴിഞ്ഞപ്പോൾ ആ സംഘത്തിൻ്റെ കലീം സിദ്ദീഖിയുടെ ആ നേതൃസ്ഥാനത്തേക്ക് അബ്ദുറഹ്മാൻ കയറിക്കൂടി. മനസ്സിലായില്ലേ? അതായത് ഒരിക്കലും ഇവർ നേതാവില്ലാത്ത രൂപത്തിലേക്കാകത്തില്ല. അങ്ങനെ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇയാളിൽ നിന്ന് പോലീസിന് കിട്ടി. UP-യിലായതുകൊണ്ട് നമുക്ക് ഉറപ്പാണ്, ആസനത്തിൽ ഈർക്കിൽ കയറ്റും, സംശയമൊന്നുമില്ല. അങ്ങനെ ആഗ്രയിൽ ഒരു ഹിന്ദുവായിട്ടുള്ള ഷൂ ബിസിനസ്സുകാരൻ്റെ വിദ്യാസമ്പന്നരായിട്ടുള്ള 2 സഹോദരിമാരെയാണ് ഇവർ ആദ്യം കൊടുക്കുന്നത്. അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ആമിന, സോയ 2 പേരുണ്ട്. 2 പേരെ 4 മാസത്തെ ഓപ്പറേഷൻസിന് ശേഷം UP പോലീസ് ഈ 2 സഹോദരിമാരെയും കണ്ടെടുത്തു. ഇവരെ കാണാനില്ല എന്ന പേരിലായിരുന്നു പോലീസ് റെക്കോർഡ്സിലുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സംഘത്തിലെ കൂടുതൽ രഹസ്യങ്ങൾ ചോദ്യം ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. ഈ മതപരിവർത്തന കേസിൽ UP പോലീസ് അറസ്റ്റ് ചെയ്ത 11 പ്രതികളിൽ ഒരാൾ മാത്രമാണ് ഈ അബ്ദുറഹ്മാൻ ഖുറൈഷി. ആഗ്ര സ്വദേശിയാണ് ഇയാൾ. പിന്നെ ദി സുന്നത്ത് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ മതം വളർത്താൻ എളുപ്പം. ജൂതൻ്റേതാണെങ്കിലും പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ സുന്നത്താണല്ലോ നമുക്ക് എളുപ്പം. അങ്ങനെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു പെൺകുട്ടി. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പെൺകുട്ടി. എങ്ങനെയാണ് ഇവൻ്റെയൊക്കെ വലയിൽ വീണു പോകുന്നതെന്ന് അറിയത്തില്ല. നോക്കുമ്പോൾ ഈ അബ്ദുറഹ്മാൻ ഖുറൈഷി എന്ന് പറയുന്നവന് +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ അറിയാം. ഇയാളുടെ യൂട്യൂബ് ചാനലിൽ 1,69,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 1500-ലധികം വീഡിയോകളാണ് ഇയാൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ഈ വീഡിയോകളിലൂടെ ഹിന്ദു കുടുംബങ്ങളിൽ ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ വിഷം ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. UP-യിൽ നിയമവിരുദ്ധ മതപരിവർത്തനത്തിനെതിരെ പോലീസ് നടപടി ശക്തമാക്കിയതോടുകൂടിയാണ് ഈ കേസിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അഴിക്കുള്ളിലായിക്കൊണ്ടേയിരിക്കുന്നത്. മതപരിവർത്തനത്തിനെതിരെയുള്ള നടപടിയുടെ ആദ്യ ഭാഗമായി UP ATS സംഘം ആദ്യം ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മൊത്തം തകർത്തു. ഇപ്പോൾ ആഗ്രയിൽ ഏറ്റവും വലിയ മതപരിവർത്തന റാക്കറ്റിനെയും UP പോലീസ് അകത്താക്കിയിരിക്കുന്നു. കാരണം യോഗി ആദിത്യനാഥിന് രാഷ്ട്രീയം അറിയാം, രാഷ്ട്രവും അറിയാം. അപ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ ചികിത്സ തുടങ്ങേണ്ടത്? തളം വയ്ക്കേണ്ടത് ഇലയിലല്ല, വേരിലാണ് എന്ന യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായ രൂപത്തിൽ മരുന്ന് കൊടുക്കാൻ സാധിച്ചത്. ഇതുപോലെ ഇന്നോ നാളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം വരും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. വരത്തില്ല. കാരണം എന്താ? നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അവർക്ക് ഈ മതത്തെ പ്രോത്സാഹിപ്പിക്കാതെ, ഇവരെ സുഖിപ്പിക്കാതെ
ഈ മതത്തെ പ്രീണിപ്പിക്കാതെ ഇവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇവർക്കൊരിക്കലും ഈ തീവ്ര സംഘത്തിനെതിരെ, ഈ ഭീകരവാദികൾക്കെതിരെ, സ്വർഗത്തിലെ 72 ഹൂറികളെ കാത്തിരിക്കുന്ന ഈ സംഘത്തിനെതിരെ ഒരു ചെറുവിരലനക്കാൻ സാധിക്കില്ല, പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ലോകോത്തര നേതാക്കളിൽ ഒരാളായി എണ്ണപ്പെടുന്നത്. കണ്ണും മുഖവും നോക്കാതെ രാജ്യത്തിനു വേണ്ടി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തീവ്രവാദികളെയും ക്രിമിനലിനെയും കുറ്റവാളികളെയും പീഡകന്മാരെയും ഷൂട്ട് അറ്റ് സൈറ്റ്, അതാണ് യോഗിയുടെ നിയമം. അതുകൊണ്ട് നമ്മളും ആഗ്രഹിച്ചു പോകുന്നു അതുപോലൊരു യോഗി കേരളത്തിന് വേണമെന്ന്. റെനി ആരോടാ പറയുന്നത്? ബ്രദറിനെ പോലെയാണെന്നൊക്കെ. ആർക്കാ റെനി സർ?